വന്നുകൊണ്ട് എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് തേടിയതിനാൽ അദ്ദേഹം 2.5 ദിവസം കൊണ്ട് എത്തി എന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു സംഗതി തഹ്ദീബുൽ അസ്മാഉൽ ലുഗാത്തിലില്ല. നബിയെ എന്നെ വേഗത്തിലെത്തിക്കണേ, ഇനി നബിയെന്ന് വേണമെന്നില്ല, എന്നെ വേഗത്തിലെത്തിക്കണേ എന്ന് പറഞ്ഞു. അത് നിങ്ങൾ സ്വഹാബിയുടെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞതാണ്. കളവ് പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല, അത് ബോധ്യമാകുമ്പോ പറഞ്ഞോളാം. പക്ഷേ നിങ്ങൾ സ്വഹാബിയുടെ പേരിൽ ഇല്ലാത്തതാണ് പറഞ്ഞത്. എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് ആ സ്വഹാബി പറഞ്ഞുവെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതിന് നിങ്ങൾ അവലംബിച്ച ആ അറബി പദം ഏതാണ്? ഞാൻ നേരത്തെ ചോദിച്ചതാണ്. ആ ഒറ്റ ചോദ്യത്തിൽ നിങ്ങൾ ആ പദം മാത്രം പറഞ്ഞാൽ മതി. അതിന് ഞങ്ങൾ 5 മിനിറ്റ് പ്രസംഗിച്ചത്. അപ്പൊ പിന്നെ എനിക്ക് 10 മിനിറ്റ് പറയേണ്ടിരുന്നു. അതുകൊണ്ട് ഇനി നിങ്ങൾ 5 മിനിറ്റിക്ക് പോകാതെ എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് സ്വഹാബി നബിയോട് പറഞ്ഞ ആ വാചകം ഏത്, അത് നിങ്ങളൊന്ന് പറയും. എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. വേറെ ഒന്നും ആവശ്യമില്ല, അതിന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള തശഫു കാരണമായിക്കൊണ്ടാണ് അദ്ദേഹം 2.5 ദിവസം കൊണ്ട് എത്തിയത് എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? അതിന് നിങ്ങളൊന്ന് ആൻസർ പറയും. എങ്ങനെ? റസൂലുള്ളാഹിനോടുള്ള ദുആ, അള്ളാഹുവിനോടുള്ള ദുആ കൊണ്ടും ബി ദുആഇഹി വ തശഫുഇഹി, അപ്പൊ 2 ഉണ്ടായിട്ടുണ്ടല്ലോ. അത് 2 ഒന്നാണെന്ന് ഞങ്ങൾ പറയുന്നത്, അതല്ല 2 ആണെന്നാണോ? 2 ഒന്ന് തന്നെ, 2 റബ്ബിനോട് തന്നെ. അപ്പൊ വ തശഫുഇഹി എന്ന് പറയുന്നത്, ദുആ എന്ന് പറയുന്നത് ഒന്നാ? 2 ഒന്നാണ്. എങ്ങനെ? ഇവിടെ അതല്ല വിഷയം. തശഫുഇന്റെയും ദുആന്റെ അർത്ഥം ഒന്നാണോ? 2 അർത്ഥം ഒന്നല്ല. അഭിനന്ദ സ്വഹാബി 2 ചെയ്ത് പടച്ച റബ്ബിനോടാണ്. എങ്ങനെ? ഇവിടെ ചോദ്യമല്ല. നിങ്ങളോട് ഞാൻ ഇപ്പൊ വിശദീകരിക്കാൻ പറഞ്ഞത് എന്താ? നിങ്ങൾ പറഞ്ഞു ആ വാചകം, നിങ്ങൾ പറഞ്ഞതാണ് പറയണത്. അല്ല, തശഫു കൊണ്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിടുത്തെ തശഫു കൊണ്ടാണ് 2.5 ദിവസം കൊണ്ട് എത്തിയത് എന്ന് ഇമാം പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഉണ്ട്. ഉണ്ട്. ഞാനും പറഞ്ഞില്ലേ? ഞാനും പറഞ്ഞു ആ തശഫുവിന്റെ അർത്ഥം താങ്കൾ മനസ്സിലാക്കിയിട്ടില്ല. തശഫു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? പിന്നെ ആയിക്കോട്ടെ, അത് പറയാം. അദ്ദേഹം ചോദിക്കട്ടെ. തശഫു താങ്കൾക്ക് അർത്ഥം പറയാം. പക്ഷേ അതിനു മുമ്പ് താങ്കൾ ആദ്യം പറഞ്ഞു അറബി പദം ഞാനാണല്ലോ ആദ്യം പറഞ്ഞത്. നിങ്ങൾ ആദ്യം അതിന്റെ മലയാളമാണ് പറഞ്ഞത്. ആ മലയാളം താങ്കൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കട്ടെ, ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ചോദിക്കട്ടെ. ഈ മലയാള പദമാണ് താങ്കൾ ആദ്യം പറഞ്ഞത്, ഞാനാണ് അറബി ഉദ്ധരിച്ചത്. ആ മലയാളത്തിന് താങ്കൾ പറഞ്ഞ പരാമർശം എന്താണ്? എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് അദ്ദേഹം തേടിയതിനാൽ. അങ്ങനെ അദ്ദേഹം തേടിയിട്ടില്ല. എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് തേടിയിട്ടില്ല. അതുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ അറബി ഏത്, അത് പറഞ്ഞാൽ മതി. അതായത് 2.5 ദിവസം കൊണ്ട് ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഡമസ്കസിലേക്ക് എത്താനുള്ള കാരണം തശഫു കൊണ്ടും ദുആ കൊണ്ടുമാണെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞതു തന്നെ ഏതൊരു കുട്ടിക്കും മനസ്സിലാകും. 2 കാര്യം ഉണ്ടായിട്ടുണ്ട്, ഒന്ന് ദുആയും തശഫുവും. അപ്പൊ 2ഉം അവിടെ നടന്നിട്ടുണ്ടെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു എന്നാണ് പറയേണ്ടത്. അത് നമുക്ക് പറയാം. ഇനി നമ്മൾ ആള് മാറുന്നില്ല, കിതാബേ മാറുന്നുള്ളൂ. അതേ ഇമാം നബവി റളിയല്ലാഹു അൻഹുവാണ് തശഫു മാത്രമല്ല ഇസ്തിശ്ഫാഉ സുന്നത്താണെന്ന് പറഞ്ഞത്. അതെടുക്കാം. ഇമാം നബവി പറഞ്ഞിടത്തൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അവിടെയാണ് ഇമാം നബവി അവിടെ യഹ്സുനു എന്ന് പറഞ്ഞ് ഉപയോഗിച്ച തവസ്സുലും തശഫുഉം. ഫൈസൽ അദ്ദേഹം ശ്രദ്ധിക്കട്ടെ, അദ്ദേഹം കേൾക്കട്ടെ, പഠിക്കട്ടെ. ഇമാം നബവി ശറഹ് മുഹദ്ദബിൽ അന്നഹു യഹ്സുനു തവസ്സുലു വത്തശഫഉ എന്ന് പറഞ്ഞ് പ്രയോഗിച്ച പ്രയോഗം ഒക്കെ ഞാൻ അർത്ഥം വെച്ചുതരാം. അതെല്ലാം അർത്ഥം വെച്ച ഒരു കുഴപ്പമില്ല. എന്താ നബി ഉപയോഗിച്ച തവസ്സുല്, എന്താ നബി പറഞ്ഞ തശഫുഅ്, എന്താ നബി പറഞ്ഞ ഇസ്തിശ്ഫാഅ്, എന്താ മാവർദി പറഞ്ഞത്, എന്താ ഖാദി അബു തയ്യിബ് പറഞ്ഞത്, എന്താ റുവിയ, എന്താ റവ, ഒക്കെ പറയാ, എല്ലാം പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ആ സ്വഹാബിയുടെ പേരിൽ ഒരു കളവ് പറഞ്ഞു എന്ന് ഞാനിപ്പോ പറയുന്നു. ഒരു കളവ് തന്നെ നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഒന്നുകിൽ നിങ്ങൾ എന്ത് പറയണം? ഞാൻ ആ പറഞ്ഞത് ശരിയല്ല, അതിൽ ഇല്ല നിങ്ങൾ പറഞ്ഞാളി, ഒരു കുഴപ്പമില്ല. എന്നെ മൈക്ക് തരാം, എനിക്ക് മൈക്ക് തരാം, ഒരു കുഴപ്പമില്ല. മൈക്കൊക്കെ തരാം, നിങ്ങൾക്ക് ഫുള്ള് ചോദിക്കാം. നമുക്ക് മുഖാമുഖം കഴിഞ്ഞാലും നമുക്ക് രണ്ടാക്കുമ്പോഴേക്കും എന്നാലും കുഴപ്പമില്ല. അതായത് ഇവിടെ നിങ്ങൾ പറഞ്ഞു എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് ആ സ്വഹാബി തേടീന. അങ്ങ് തേടിയിട്ടില്ല, തേടി എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്താണ് നബവി ഇമാമിന്റെ തഹ്രീബുൽ അസ്മാഇ വൽ ലുഗാത്താണ് നിങ്ങൾ ഉദ്ധരിച്ചത്.
ആ തെഹ്ദീബുൽ അസ്മാഉൽ ലുഗാത്തിൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അദ്ദേഹത്തിന് വേറെ കിതാബുണ്ട്, ആ വേറെ കിതാബിൽ ഹുക്മ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ചർച്ച ചെയ്യാം, അത് ചർച്ച ചെയ്യാം. അതിന് ശറഹ് മുഹദ്ദബിൽ മാത്രമല്ല, ശറഹ് മുസ്ലിമിൽ അദ്ദേഹം എന്താ പറഞ്ഞ് ചർച്ച ചെയ്യാം. ജാറം പൊളിച്ചൊഴിവാക്കണം, ശറഹ് മുസ്ലിമിലുണ്ട്, ചർച്ച ചെയ്യാം നമുക്ക്. അത് വെറുക്കപ്പെട്ട കാര്യമാണ്, ശറഹ് മുസ്ലിമുണ്ട്, ചർച്ച ചെയ്യാം നമുക്ക്. അവിടെ ഒന്നും തർക്കമില്ല. പക്ഷെ ഈ പദം എവിടെ? ഈ പദം ഏത്? എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് ഉഖബത്ത് ബിൻ ആമിർ പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ഒന്നുകിൽ ഉഖബത്ത് ബിൻ ആമിർ പറഞ്ഞിട്ടില്ല, പറഞ്ഞത് തഹ്ദീബിലില്ല, ഞാൻ തെറ്റിദ്ധരിച്ചതാണ്, അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കി പറഞ്ഞതാണെങ്കിൽ നിവൃത്തില്ല. അത് നിങ്ങൾ പറയാ, എന്നിട്ട് ഞാൻ ബാക്കി വേറെ ഒന്നും പറയണ്ട, ബാക്കി നമുക്ക് പറയാം. ഇത് തീരുമാനമായിട്ട് ബാക്കി പറയാം. ഓരോന്ന് സുഹൃത്തെ ശ്രദ്ധിക്ക് അഷ്റഫായി, ഓരോന്നും തീരുമാനിക്കുക. ഇത് തീരുമാനാവട്ടെ, എന്നിട്ട് അടുത്ത് തീരുമാനിക്കാം. പിന്നെ നമുക്ക് ശറഹ് മുഹദ്ദബിലേക്ക് പോകാം, അല്ലെങ്കിൽ ശറഹ് മുസ്ലിമിലേക്ക് പോകാം. ഈ നബവി മാത്രമല്ലല്ലോ, ലോകത്ത് ഒരുപാട് ഇമാമികൾമാരുണ്ട്, നമുക്ക് അതൊക്കെ എടുക്കാം. എല്ലാം ചർച്ച ചെയ്യാൻ ഒരു പ്രശ്നമില്ല. അപ്പൊ ആദ്യം പറഞ്ഞത് ആദ്യം തീരുമാനമാകട്ടെ. അതുകൊണ്ട് ഉഖബത്ത് ബിൻ ആമിർ നിങ്ങൾ പോലെ എന്താണ് അത് തരും, ഞങ്ങൾ പറയുമ്പോ തരും. നിങ്ങളവിടെ ഇരിക്കേ, നിങ്ങൾ പോകല്ലേ, നമുക്ക് നിങ്ങളെ പോലത്തെ ഒരു ആവശ്യമുണ്ട്. നിങ്ങളെ പോലത്തെ വന്നെങ്കിൽ ഇതൊക്കെ വിജയിക്കുള്ളൂ. അതുകൊണ്ടല്ലേ മലപ്പുറത്ത് തന്നെ വെച്ചത്. സാധനമൊക്കെ തരും, നിങ്ങൾ ആരും സബൂറാക്കി ചോദിക്കാൻ മാത്രമേ, എങ്ങനെ ചോദിക്കാൻ മാത്രമേ പറ്റുമോ, ഉത്തരം കൂടി കേൾക്കണ്ടേ. അപ്പൊ ഉഖബത്ത് ബിൻ ഇതിനാണ് പറയേണ്ടത്. മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് പിന്നെ മനസ്സിലാത്ത പണി എടുക്കാൻ പാടില്ല. ഉഖബത്ത് ബിൻ ആമിർ എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് നബിയോട് തേടിയോ? അങ്ങനെ നബിയോട് തേടി എന്ന് എവിടെയുള്ളത്? അങ്ങനെ പദമുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നബി ശിർക്ക് എന്ന് പറഞ്ഞില്ല എന്ന ചോദ്യം പ്രസക്താണ്. പക്ഷെ അങ്ങനെ അതിൽ ഇല്ല. അതുണ്ടെങ്കിൽ ആ അറബി നിങ്ങൾ പറയും. ഇത്രയൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് പിന്നെ ആ അറബി പറയാൻ പ്രയാസമുണ്ടോ? അല്ല, നിങ്ങൾ പറഞ്ഞോളി. മുസിയാർ ആ അറബിയാണ് പറയേണ്ടത്. എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്നതിന്റെ അറബി. ഹലോ അല്ല ചോദിക്കുന്നെന്താ ചോദിച്ചാലേ, ബഹുമാനപ്പെട്ട നവവി ഇമാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള തശഫു കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അവിടെ എത്തിയത് എന്ന് നവവി ഇമാം പറഞ്ഞാ പോരെ? മതി, പറഞ്ഞിട്ടുണ്ട്, അതിൽ തർക്കമില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു 2.5 ദിവസം കൊണ്ട് എത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള തശഫു കൊണ്ടാണെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് പറയണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് പറയണം. അതേ സമയത്ത് ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു 2.5 ദിവസം കൊണ്ട് എത്തിയത് തശഫു കൊണ്ടാണെന്ന് ആ കിതാബിലുണ്ടെന്ന് സമ്മതിച്ചാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള തശഫു അവിടെ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് വാഹിക്കണം എന്ന് പറഞ്ഞാൽ ആ ഇബാറത്തിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. ദുആ കൊണ്ടും തശഫു കൊണ്ടും എന്ന് പറഞ്ഞാൽ അത്ഫ് മുആയറത്തിനെ തേടുമെന്നും ദുആ വേറെയാണെന്നും അതുപോലെ തന്നെ തശഫു വേറെയാണെന്നും ഏത് അറബി ഗ്രാമർ പഠിച്ച ഏതൊരാൾക്കും മനസ്സിലാവുന്നുണ്ടോ? അത്ഫ് മുആയറത്തിനെ തേടും. ബി ദുആഇഹി എന്ന് പറഞ്ഞതും വ തശഫുഇഹി എന്ന് പറഞ്ഞതും രണ്ടാണ്. അത് രണ്ടാണെന്ന് സമ്മതിച്ചാൽ ആ സംഗതി കൊണ്ടാണ്, തശഫു നടന്നതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ഷരീഫിൽ നിന്ന് ഹബീബാ നബി തങ്ങളുടെ റൗളയിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ 2.5 ദിവസം കൊണ്ട് അവിടെ എത്തിയത് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ അതല്ലേ നമുക്കുള്ള തെളിവ്. ആ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഇബാറത്ത് നിങ്ങൾ വായിച്ചു. ബി ദുആഇഹി, ദുആ കൊണ്ടുമാണ്, വ തശഫുഇഹി, അവിടുത്തെ തശഫു കൊണ്ടുമാണ് എന്ന് വായിച്ചതിൽ തന്നെ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു വ്യക്തമാക്കുന്നു, ആ സ്വഹാബി അവിടെ ചെന്നുകൊണ്ട് ഇസ്തിശ്ഫാ നടത്തിയിട്ടുണ്ട്, തശഫു നടത്തിയിട്ടുണ്ട്. അതേ ഇമാം റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മദീന ഷരീഫിൽ ചെന്നാൽ ഇസ്തിശ്ഫാ നടത്തൽ സുന്നത്താണെന്ന് പറഞ്ഞതും ആ ഇമാം റളിയല്ലാഹു അൻഹു തന്നെ. ആ വാക്കും പറയും, മറ്റേ വാക്കൂടെ പറയും, വേഗത്തിൽ എത്തിക്കണേ എന്ന അറബിയും കൂടി പറയും. ഇത്രയും അറബികൾ പറഞ്ഞില്ലേ, ഇത്രയും അറബി പറഞ്ഞ സ്ഥിതിക്ക് അതും കൂടി പറയണം. തശഫു കൊണ്ടാണ് വേഗത്തിൽ അവിടെ എത്തിയത് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ അത് തന്നെയല്ലേ ആ തശഫു കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുസ്ലിയാരെ, ഇതാണ് ശുദ്ധ ദുർവ്യാഖ്യാനം, ഇതാണ് ശുദ്ധമായ ദുർവ്യാഖ്യാനം. ഇതാ ഞാൻ പറഞ്ഞ നബി പറഞ്ഞ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല?
നബവി ഇമാം പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായിട്ടില്ല നബീല്, അത് കേൾക്കട്ടെ, നന്നാക്കാൻ സാധ്യതയുണ്ട്. അതായത് നബവി ഇമാം എന്ത് പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ബലമായി സംശയിക്കുന്നു തഹ്രീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന കിതാബ് നിങ്ങൾ കണ്ടിട്ടില്ല. ആ ഭാഗം നിങ്ങൾ സബൂറാക്കി നിങ്ങൾ ഇരിക്കി പോകല്ലേ, അവിടെ ഇരിക്കി. തഹ്രീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന കിതാബ് നിങ്ങൾ കണ്ടിട്ടില്ല. ആ അധ്യായത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ല. നിങ്ങൾ ആരോ എവിടെയോ കൊടുത്തൊരു വാചകം, അയാള് കൊടുത്ത അർത്ഥവും. ഇനി ഞാൻ സംശയിക്കട്ടെ, കുറ്റപ്പെടുത്തരുത്. അലവി സഖാഫി തവസ്സുൽ ഇസ്തിഗാസ ചരിത്രത്തോട് നേർക്കുനേർ എന്ന പുസ്തകത്തിൽ ഈ സാധനം കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ അതിൽ നിന്നാകാം, ഞാൻ ഉറപ്പിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ അയാളെ അംഗീകരിക്കുന്നുണ്ടാവില്ല. ഇപ്പൊ മുടിയും കാര്യമൊക്കെ വന്നപ്പോ പലരും അംഗീകരിക്കണില്ല. അതെന്തോ ആവട്ടെ, നമുക്ക് വിഷയമല്ല. അപ്പൊ ഏതായിരുന്നാലും നബവി ഇമാമ് ഉഖബത്ത് ബിൻ ആമിർ തങ്ങൾ നബിയോട് തേടി എന്ന് പറഞ്ഞിട്ടില്ല. വേഗത്തിൽ എത്തിക്കണേന്ന് പറഞ്ഞു എന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ പറഞ്ഞത്? ഉഖബത്ത് ബിൻ ആമിർ സിറിയയിൽ നിന്ന് ഷാമിൽ നിന്നുള്ള സന്ദേശവാഹകനാണ്. 7 ദിവസം കൊണ്ട് അദ്ദേഹം മദീനയിലേക്ക് എത്തി. തിരിച്ച് 2 ദിവസം കൊണ്ട് അദ്ദേഹം അങ്ങോട്ടും എത്തി. അതിനകത്ത് നബവി ഇമാം എന്ത് പറഞ്ഞു? ബിദുആഇഹി ഇൻദ ഖബ്രിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വതശഫ്ഫുഇഹി ബിഹി എന്ന് നബവി പറഞ്ഞു. അതിനാണ് ഞാൻ പറഞ്ഞത്, ഈ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഞാൻ നബിയോട് ഇങ്ങനെ തേടി, ഞാൻ ഇങ്ങനെ ശുപാർശ ചെയ്തു, അതുകൊണ്ട് ഞാൻ 2 ദിവസം കൊണ്ട് അവിടെ എത്തി എന്ന് പറയേണ്ടത് ആരാ? ഉഖബത്ത് ബിൻ ആമിർ ആണ്. ഒന്ന്, അദ്ദേഹം സ്വഹാബിയാണ്. അദ്ദേഹം പറയുക സ്വാഭാവികമായും ഒന്നുകിൽ മറ്റൊരു സ്വഹാബിയോട്, അല്ലെങ്കിൽ ഒരു താബിഇയോട്. ഉഖബത്ത് ബിൻ ആമിർ എന്ന സ്വഹാബി ഈ സംഭവം ഉണ്ടായാൽ ഞാൻ 7 ദിവസം കൊണ്ട് അങ്ങോട്ടെത്തി, അങ്ങനെ റസൂലുള്ളാഹിന്റെ ഖബറിൽ ചെന്ന് റസൂലിനോട് ഞാൻ സങ്കടം പറഞ്ഞു, ഞാൻ അവിടെ പോയി ശുപാർശ തേടി, വേഗത്തിൽ എത്തിക്കാൻ വേണ്ടി തേടി, അങ്ങനെ 2 ദിവസം കൊണ്ട് ഞാൻ തിരിച്ചെത്തി എന്ന് പറയേണ്ടതാരാ? ആ എത്തിയ ഉഖബത്ത് ബിൻ ആമിർ പറയണം. അദ്ദേഹം പറഞ്ഞു എന്നവിടെ ഇല്ല. അദ്ദേഹം പറഞ്ഞു എന്നവിടെ ഇല്ല. ഒന്ന്. ഇനി അദ്ദേഹം പറയുകയാണെങ്കിൽ അദ്ദേഹം പറയേണ്ടത് ഒന്ന് സ്വഹാബിയോട്, അല്ലെങ്കിൽ താബിഇയോട്. ഉഖബത്തിൽ നിന്ന് കേട്ട സ്വഹാബി ആര്, താബിഇ ആര്, കേട്ടതാര്, അതവിടെ ഇല്ല. ഉഖബത്ത് പറഞ്ഞത് ഉഖബത്തിലേക്ക് എത്തുന്ന പരമ്പരയോടുകൂടി ഉദ്ധരിച്ചതാര്, അതവിടെ ഇല്ല. പറഞ്ഞു കഴിയട്ടെ. ഇതൊക്കെ ആവശ്യമുണ്ട്, എല്ലാ ആവശ്യം. ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ, അല്ലാതെ കിട്ടൂലല്ലോ. അപ്പൊ ഇതൊക്കെ ആവശ്യമല്ല, അത്യാവശ്യമാണ്. നിങ്ങൾ ഇരിക്കി. അപ്പൊ നിങ്ങൾ മാത്രം ചോദിച്ചാൽ മതി, വേറെ ആരും ചോദിക്കണ്ട. ബാക്കി ചോദ്യകർത്താക്കളൊക്കെ വേണ്ടി സഹകരിച്ചു തരും. അപ്പൊ ഏതായിരുന്നാലും അപ്പൊ ഈ സ്വഹാബി പറഞ്ഞത് കേട്ടവരാര്, അതവിടെ ഇല്ല. സ്വഹാബിലേക്ക് എത്തുന്ന പരമ്പര, സനത് മുടിക്ക് മാത്രമല്ലല്ലോ, എല്ലാത്തിനും വേണ്ടേ. അപ്പൊ ഈ സ്വഹാബിലേക്ക് എത്തുന്ന സനത്, സ്വഹാബി പറഞ്ഞു എന്ന് ഇന്നാള് പറഞ്ഞു, ഇന്നാള് പറഞ്ഞു, അത് ഇന്ന കിതാബിലുണ്ട്, ഇല്ല. നബവി റഹിമഹുല്ലാ ഉഖബത്ത് ബിൻ ആമിറിനെ കുറിച്ച് പരാമർശങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ വറുവിയ, അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. നബവി ഇമാം തന്നെ പറഞ്ഞു റുവിയ എന്ന പദം ഉപയോഗിക്കൽ സ്ഥിരപ്പെടാത്ത കാര്യത്തിലാണ് എന്ന് ശറഹ് മുഹദ്ദബിന്റെ മുഖദ്ദിമയിൽ പറഞ്ഞു. അതൊക്കെ ആവശ്യമുണ്ട് മുസ്ലിയാർ. നിങ്ങൾക്ക് എന്തൊരു ഇടങ്ങാറ്, എന്തെങ്കിലും ഇടങ്ങാറ്. നിങ്ങൾ കേൾക്കി. ആളുകൾ ദീൻ 1 മണിക്കൂർ 5 മിനിറ്റ് ചോദിച്ചില്ലേ, ഞാൻ 10 മിനിറ്റ് പറയട്ടെ, 7 മിനിറ്റേ ആയിട്ടുള്ളൂ, 3 മിനിറ്റ് ബാക്കിയുണ്ട്. അപ്പോ ഇങ്ങനെ ഞാൻ 2 ദിവസം കൊണ്ട് എത്തി, ഈ തേട്ടം കൊണ്ടാണ് എന്ന് ഉഖബത്ത് പറഞ്ഞത് എവിടെ? ഉഖബത്ത് അങ്ങനെ പറഞ്ഞു എന്നില്ല. പറയേണ്ടത് അദ്ദേഹമാണല്ലോ, അതും അവിടെ ഇല്ല. പുറമെ നിങ്ങളെ വകയായി ഒരു പദവും പറഞ്ഞു, എന്നെ വേഗത്തിലെത്തിക്കണേ എന്ന് പറഞ്ഞു, അത് ഇല്ല. അങ്ങനെ ആ കിതാബിലില്ല. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെയാണ് പലപ്പോഴും കിതാബ് എന്ന് ഉദ്ധരിക്കുന്നത്, മനസ്സിലായല്ലോ. കുറച്ച് അതിലുണ്ടാകും, ബാക്കി അത് കൂട്ടും, എന്നിട്ടാണ് വ്യാഖ്യാനിച്ച് ഒപ്പിക്കും. എന്നിട്ട് ഇപ്പൊ അവസാനം മുമ്പ് പറഞ്ഞെന്താ, തശഫ്ഫുഹി എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൂടേനാ. ആ മനസ്സിലാക്കിയതല്ല നമുക്ക് വേണ്ടത്, ആ മനസ്സിലാക്കിയതല്ല വേണ്ടത്. മറിച്ച് നബവി എന്തു പറഞ്ഞു, നബവിയുടെ അവലംബം എന്ത്, അതിന് സനദുണ്ടോ, അത് കൃത്യമായ പരമ്പരയുണ്ടോ, അതൊന്നുമില്ല. പിന്നെ ഇപ്പൊ നബവി പറഞ്ഞാൽ തന്നെ പോരേനാ. നബവി പറഞ്ഞാൽ തന്നെ പോരെ, നബി പറഞ്ഞാൽ മതി. പക്ഷെ സനദടക്കം പറയണം, സനദടക്കം പറയണം. സനദടക്കം പറഞ്ഞാല് ഷാഫിമാ പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കലുണ്ടോ? ഇല്ലല്ലോ. ഇമാം ഷാഫി അടക്കം പറഞ്ഞത് ആ ഹദീസ് ശരിയല്ല, ആ ഹദീസ് ഇമാം ഷാഫി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് തിരുത്തിയ പാരമ്പര്യമല്ലേ പിൽക്കാലക്കാർക്കുള്ളത്. ഇപ്പൊ ഷാഫി ഇമാം പറഞ്ഞു സ്ത്രീകളെ പെരുന്നാൾ നിസ്കാരത്തിന് പറഞ്ഞയക്കണമെന്ന് ഹദീസുണ്ട്. പോകല്ലേ, നിങ്ങൾ പോകല്ലേ, നിങ്ങൾ ഇരിക്കി മുസ്ലിയാരെ.
നിങ്ങൾ ഇരിക്കി, നിങ്ങളവിടെ ഇരിക്കി, സബൂറാക്കി. അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കി. നിങ്ങൾ പോകല് എന്താണ് മുസ്ലിയാർ? നിങ്ങൾ യഥേഷ്ടം ചോദിക്കാൻ ചാൻസ് വേണമെന്നൊക്കെ പറഞ്ഞിപ്പോ പോവുക. ഏതായിരുന്നാലും അദ്ദേഹം പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. പക്ഷെ നമ്മൾ ആവശ്യം അദ്ദേഹം പോകരുത് എന്നാ. അദ്ദേഹം പോകരുത് എന്നാണ് ആഗ്രഹം. പക്ഷെ പ്രയാസപ്പെടുത്തുന്നില്ല, ഇടങ്ങാറാക്കുന്നില്ല. അതുകൊണ്ട് പോകാൻ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹം ഒന്ന് ഇരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ നിവൃത്തില്ലല്ലോ. അപ്പൊ ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കുക. നീ ശ്രദ്ധിക്കാം. നീ വേറെ മുസ്ലിയാക്കന്മാരുണ്ടാവും, ഉണ്ടെങ്കിൽ വരട്ടെ. വേറെ മുസ്ലിയാക്കന്മാരുണ്ടെങ്കിൽ പോലും വരട്ടെ. നമുക്ക് ഏതായാലും ഇത് സംഘടിപ്പിച്ച് മുതലാകണ്ടേ. അപ്പൊ ഏതായിരുന്നാലും അള്ളാന്റെ റസൂലിനോട് തേടി എന്ന് അവിടെ ഇല്ല. നിങ്ങൾ ശ്രദ്ധിക്ക്. അദ്ദേഹം പോയിക്കോട്ടെ. അദ്ദേഹം പോകണി പോട്ടെ, വരികയാണെങ്കിൽ വരട്ടെ. അദ്ദേഹം വിട്ടുകൊടുക്കി, ഇഷ്ടം പോലെ ചെയ്യട്ടെ. അപ്പൊ ഏതായിരുന്നാലും ഇപ്പൊ ഇസ്തിഗാസ എന്ന ഈ ഒരു തേട്ടം, ശിർക്കായ തേട്ടം, മരിച്ചവരോടുള്ള, ഗായിബിനോടുള്ള അഭൗതികമായ തേട്ടം, അത് സ്ഥാപിക്കാൻ ഇങ്ങനത്തെ ഒരുപാട് കഥകൾ. ഇതിപ്പോ നോക്കി സാധാരണ എന്താ മനസ്സിലാക്കാം? ശ്രദ്ധിക്ക്. അദ്ദേഹം പോയി, നിവൃത്തില്ല. അദ്ദേഹം പോയിക്കോട്ടെ. ഇനി ഏതായാലും നമുക്ക് അടുത്ത മുഖാമുഖത്ത് അദ്ദേഹത്തെ വരുമെന്ന് പ്രതീക്ഷിക്കാം. മുപ്പൊന്ന് ഇരിക്കാൻ നമുക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യാം, അദ്ദേഹം പോയല്ലോ, ആവട്ടെ, സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. ഏതായിരുന്നാലും ഈ ഇസ്തിഗാസയെ ന്യായീകരിക്കാൻ ഇങ്ങനത്തെ കുറെ സംഭവം കൊണ്ടുവരും. എന്നിട്ട് ഇങ്ങനെ കിതാബിന്റെ പേരൊക്കെ ഉണ്ട് പറഞ്ഞ് ഇമാം നബവി റഹിമഹുല്ലാഹ് പറയുമ്പോ ആളുകൾ വിചാരിക്കും, എന്നാ ഉണ്ടാവൂട്ടോ, അത് പറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് കഥ. അപ്പൊ യഥാർത്ഥത്തിൽ ഉഖബത്ത് ബിൻ ആമിറിന്റെ പേരിൽ ഒരു കഥ തഹ്ദീബുൽ അസ്മാഇലുണ്ട്. ഈ പറഞ്ഞതുപോലെ അത് ആരോട് പറഞ്ഞു, ആര് കണ്ടു, എവിടെ വന്നു, ഏത് കിതാബിൽ പറഞ്ഞു എന്നൊന്നുമില്ല. ഉഖബത്ത് സ്വഹാബിയാണ്. നബവി അതിനുശേഷം 600 കൊല്ലം കേട്ട് ജീവിച്ചവരാണ്. അപ്പൊ പിന്നെ ഉഖബത്തിനെ നബവി ഏതായാലും കാണൂല, കണ്ടോനെ കാണൂല. എങ്കിൽ പിന്നെ എവിടുന്ന് കിട്ടി പറയണല്ലോ, അത് പറഞ്ഞിട്ടില്ല. ഇനി ഉള്ളതിൽ തന്നെ നബിയോട് തേടി എന്നില്ല, വേഗത്തിൽ എത്തിക്കണമെന്ന് പറഞ്ഞു എന്നുമില്ല. അതെല്ലാം ശുദ്ധ ദുർവ്യാഖ്യാനമാണ്. അത് പിടികൂടപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിന് പോകാൻ തോന്നിയത്. ആയിക്കോട്ടെ, ഏതായിരുന്നാലും ഇരിക്കാം. മുജാഹിദുകൾ ഇരിക്കും. എല്ലാവരും ഇരിക്കും. നമ്മളെ പരിപാടി ഭംഗിയായി നടക്കണം. എല്ലാവരും ഇരിക്കാം. നമുക്ക് ഇനിയും ചോദ്യകർത്താക്കളുണ്ട്. അതുകൊണ്ട് അടുത്ത ചോദ്യകർത്താവിന് അവസരം കൊടുക്കുകയാണ്. അദ്ദേഹം ചോദിക്കട്ടെ. എന്റെ പേര് മുജീബ്. എന്റെ ചോദ്യം, നേരത്തെ റസൂലുള്ളാഹിന്റെ കവറിങ്ങൾ ചെന്ന് ആ സഹാബി 2 ദിവസത്തേക്കുള്ള 2.5 ദിവസം കൊണ്ട് റസൂലുള്ളാഹിനെ ശഫാഅത്ത് ചെയ്ത് കണ്ട് ചോദിച്ചു. അങ്ങനെ 2.5 ദിവസം കൊണ്ട് ആ ദൈർഘ്യം അടുത്തു. അതിന് ആ സംഭവം പറഞ്ഞത് റസൂലുള്ളാഹിനെ ശഫാഅത്ത് ചെയ്തുകൊണ്ട് എന്നാണ്. അപ്പോ ആ റസൂലുള്ളാഹിനെ ശഫാഅത്ത് ചെയ്ത സംഭവം അത് ശഫാഅത്ത് അല്ല എന്നാണോ നിങ്ങൾ പറഞ്ഞത്? അതോ അദ്ദേഹം റസൂലുള്ളാഹിന്റെ കബറിങ്ങൾ ചെല്ലാതെ ഒരു അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു എന്നാണോ? അതോ റസൂലുള്ളാഹിനോട് ശഫാഅത്ത് ചെയ്തിട്ടില്ല എന്നാണോ? അതോ ആ സംഭവത്തെ പറ്റി നിങ്ങൾ എന്താ പറഞ്ഞത്? അത് റസൂലുള്ളാഹിന്റെ കബറിന്റെ അടുത്തേക്ക് അദ്ദേഹം പോയിട്ടില്ല എന്നോ, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്നാണോ? സഹോദരങ്ങളെ, ഇവിടെ മറ്റൊരു സഹോദരൻ ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറുപടി കൃത്യമായി നമ്മൾ ഇവിടെ നൽകും. എല്ലാ പ്രവർത്തകരും, എല്ലാ മുജാഹിദ് പ്രവർത്തകരും ഈ സദസ്സിലേക്ക് കയറിയിരിക്കുക. ആരും പുറത്തിരുന്ന് ബഹളം ഉണ്ടാക്കേണ്ടതില്ല. എല്ലാവരും സദസ്സിലേക്ക് കയറിയിരിക്കുക. ഇൻഷാ അല്ലാഹ് ഇവിടെ മറുപടി കൃത്യമായി ഇവിടെ ഫൈസൽ മൗലവി നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരു മുസ്ലിയാർ ഇവിടെ ഒരു കളവ് പറഞ്ഞത് പിടിക്കപ്പെട്ടപ്പോഴാണ് ആ മുസ്ലിയാർക്ക് പുറത്തു പോകേണ്ടി വന്നത്. ഇൻഷാ അല്ലാഹ് ഇവിടെ ചോദ്യം കൃത്യമായി വന്നിട്ടുണ്ട്. എല്ലാ ആളുകളും ഈ പരിപാടി കളവ് പറഞ്ഞുകൊണ്ട് കലക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരും വ്യാമോഹിക്കേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് കൃത്യമായി ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ മറുപടികൾ നൽകുന്നതാണ്. ഇൻഷാ അല്ലാഹ് ചോദ്യത്തിന് മറുപടി ഫൈസൽ മൗലവി നൽകും. അപ്പൊ ഏതായിരുന്നാലും ഒന്നാമത്തെ മുസ്ലിയാർക്ക് വഴിക്ക് വെച്ച് ഒഴിവാക്കി പോയത് ഇനി നമ്മളെ മുജീബ് മുസ്ലിയാർ ഏറ്റെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ നോക്കിയതായാലും. അപ്പൊ അദ്ദേഹത്തിന്റെ പരാതി എന്താ? ഉത്തരം കുറെ നീളുന്നുണ്ട് എന്നാ. നമ്മൾ കണ്ടല്ലോ 5 മിനിറ്റാ ചോദ്യം. സാധാരണ ചോദ്യപേപ്പർ പരീക്ഷ എഴുതി സ്കൂളൊക്കെ പോയി പരിചയമുള്ളവർക്ക് അറിയാം, ഒറ്റ വാക്കിന് ഉത്തരം എഴുതുക എന്നാൽ അങ്ങനെ എഴുതും. ഒരു പാരഗ്രാഫ് എഴുതുക എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് എഴുതും.
2 പേജിൽ കവിയാത എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു 1.5 പേജെങ്കിലും എഴുതണം. ഇത് ഇങ്ങനത്തെ മുസ്ലിയാക്കന്മാർക്ക് ഇപ്പൊ ആ ചോദ്യ പേപ്പർ നോക്കാൻ കൊടുത്ത മൂപ്പർ എന്താ പറയാ, എന്തത് 1.5 പേജ് ഉത്തരോ, എന്നെ കൊണ്ട് നോക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് മൂപ്പർ കഴിച്ചിലാവും. അങ്ങനെയാണ് ഇപ്പൊ കഴിച്ചിലായത്. അപ്പൊ ഏതായിരുന്നാലും പോട്ടെ. അപ്പൊ ഇനിയിപ്പുള്ള പ്രശ്നം എന്താണ്, അവിടെ ശുപാർശ തേടി എന്നില്ല എന്നാണോന്നാ. ശുപാർശ തേടി എന്നുണ്ട് എന്ന് പറഞ്ഞത്. ശുപാർശ തേടിയുന്നുണ്ട്, ദുആ ചെയ്തു എന്നുണ്ട്. പക്ഷെ റസൂലിനോട് തേടിയുന്നില്ല. അതാണ് പ്രശ്നം. 2 പ്രശ്നമുണ്ട്. ഒന്ന്, ആ സംഭവം സ്ഥിരപ്പെട്ടിട്ടില്ല. നമ്മളിപ്പോ സാധാരണ യാഴിബാധ പറയുമ്പോൾ ഞങ്ങളൊക്കെ പറയലുണ്ട് സ്വഹീ അല്ല, സ്വഹീ ആയാലും കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇതും സ്വഹീ അല്ല, സ്വഹീ ആയിട്ടും കാര്യമില്ല. അതാ നമ്മൾ പറഞ്ഞത്. പോത്തിന് ജീവല്ല, ജീവൻ ഉണ്ടായാലും കാര്യമില്ല എന്ന് ഞങ്ങളിപ്പോ പുതിയ ഒരു പ്രയോഗമുണ്ട്. അത് മുസ്ലിയാക്കാരനോടൊന്നില്ല. അപ്പൊ അതാണ് പറഞ്ഞത്. ഒന്ന്, അങ്ങനത്തെ സംഭവമേ ഇല്ല. ആ സംഭവം സ്ഥിരപ്പെട്ടിട്ടില്ല, അതിന് സനദില്ല. അങ്ങനെ സനദ് ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. നബവിയുടെ തഹ്രീബുൽ അസ്മാഇ വൽ ലുഗാത്തിലല്ലാതെ പരമ്പര സഹിതം ഉദ്ധരിക്കുന്ന ഒരൊറ്റ ഗ്രന്ഥത്തിലും, ചരിത്ര ഗ്രന്ഥമോ ഹദീസ് ഗ്രന്ഥമോ ഇനി തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പോലും സനദോടുകൂടി കൊടുക്കുന്ന ഇമാം തുബരിയെ പോലുള്ള മുഫസ്സിരീങ്ങളോ അവരാരും ഈ സംഭവം പരമ്പര സഹിതം ഉദ്ധരിച്ചിട്ടില്ല. പരമ്പര ഇല്ലാതെയും ഉദ്ധരിച്ചിട്ടില്ല. തഹ്രീബുൽ അസ്മാഇ ലുഗാത്തിലാണ് ഇത് വന്നത്. അതിന് ശേഷമുള്ള തഹ്രീബുൽ അസ്മാഇ ലുഗാത്തിന് ശേഷമുള്ള നബവി ഇമാമിന് ശേഷം ജീവിച്ച ചില പണ്ഡിതന്മാർ ഇതെടുത്തു കൊടുത്തു. ആ കൊടുത്തവരൊക്കെ നബവി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാ കൊടുത്തതും, അല്ലാതെ വേറൊന്നും ഒരു പറഞ്ഞിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സംഭവം തന്നെ ഉണ്ടായിട്ടില്ല എന്നർത്ഥം. ആ സംഭവം തന്നെ ഇല്ല, പിന്നല്ലേ ബാക്കി ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. ആ സംഭവം തന്നെ ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ റുഖബത്ത് ആരോട് പറഞ്ഞു, ആര് കണ്ടു, ആര് കേട്ടു, ആര് ഉദ്ധരിച്ചു, അങ്ങനത്തെ വിഷയമേ അതിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല. പിന്നെ നബവിയുടെ വാചകമാണ് ബിദുആഇഹി ഇൻദ ഖബ്രിൻ നബിയ്യി വതശഫ്ഫുഇഹി ബിഹി എന്ന് നബവിയുടെ വാചകമാണ്. അതിലെന്താണുള്ളത്? ബിദുആഇഹി, റുഖബത്തിന്റെ പ്രാർത്ഥന കൊണ്ട്. എവിടെ വെച്ച് പ്രാർത്ഥിച്ചു? ഇൻദ ഖബ്രിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഖബറിന് സമീപം വെച്ച് റുഖബത്ത് പ്രാർത്ഥിച്ചു. അതുകൊണ്ടെത്തി. ഞങ്ങളൊക്കെ നബി തങ്ങളുടെ ഖബറിന് സമീപം പ്രാർത്ഥിച്ചവർ തന്നെയാണ്. പക്ഷെ പ്രാർത്ഥന റബ്ബിനോട്. റൗദയിൽ പോയി പ്രാർത്ഥിക്കാത്ത ഒരു മനുഷ്യനും ഹജ്ജിനോ ഉംറക്കോ പോയ കൂട്ടത്തിൽ ഇവിടെ ഉണ്ടാവില്ല. ഹജ്ജിനോ ഉംറക്കോ പോയവരൊക്കെ മദീന പള്ളിയിലെത്തുന്നു, റൗദയിലെത്തുന്നു, അവിടെ ഇരുന്ന് മനമുരുകി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. അയാളെ പറ്റി എന്ത് വേണേ പറയാ? ബിദുആഇഹി ഇൻദ ഖബ്രിൻ നബിയ്യി, നബിയുടെ ഖബറിന് സമീപം ദുആ ചെയ്തത് കൊണ്ട്. നബിയുടെ ഖബറിന് സമീപമാണല്ലോ റൗദ. റൗദാന ഖബറല്ല, ഖബറിന് സമീപമാണല്ലോ റൗദ. ശരിയാണ്, ഒരു സംശയമില്ല. ഇപ്പൊ ഞാൻ പറയാണ് മുജീബ് മുസ്ലിയാരെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ അതിനർത്ഥം എന്താ? മുജീബ് മുസ്ലിയാരോട് പ്രാർത്ഥിച്ചു എന്നാ? അല്ലല്ലോ. മുജീബ് മുസ്ലിയാരോട് പ്രാർത്ഥിച്ചു എന്നല്ലല്ലോ. മുജീബ് മുസ്ലിയാരെ അടുത്തുനിന്ന് ആ പണി ചെയ്തു എന്നേ ഉള്ളൂ. നബി തങ്ങളുടെ ഖബറിന് സമീപം വെച്ച് അദ്ദേഹം ദുആ ചെയ്തു. ദുആ നബിയോട് എന്ന് നബി പറഞ്ഞോ? ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ശിർക്ക് തന്നെ. പക്ഷെ അതുണ്ടായിട്ടില്ല, അതില്ല. നബിയോട് ദുആ ചെയ്തിട്ടില്ല. പിന്നെ വതശഫ്ഫുഇഹി ബിഹി, നബിയെ കൊണ്ട് അല്ലെങ്കിൽ നബി മുഖേന ശുപാർശ തേടിയതിനാലും. അത് സ്വഹാബത്തിനെ നബി തങ്ങൾ പഠിപ്പിച്ച ഒരു ശുപാർശ തേട്ടമുണ്ട്. അതെന്താ? റബ്ബേ റസൂലുള്ളാഹിന്റെ ശുപാർശ തരണേ, പടച്ചോനെ നബി തങ്ങളെ ശുപാർശ തരണേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രമാണങ്ങൾ നമുക്ക് അധ്യാപനം നൽകിയിട്ടുണ്ട്. ആ ശുപാർശ നമ്മളൊക്കെ ചോദിക്കാറുമുണ്ട്, ഞങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പടച്ചോനെ നാളെ പരലോകത്ത് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇനി ഇവിടെ നബിയോട് ശുപാർശ തേടി എന്നുണ്ടോ? അതുമില്ല. നബിയോട് ശുപാർശ തേടി റസൂലേക്ക് ശുപാർശ ചെയ്യണേ എന്ന് പറഞ്ഞു എന്നുണ്ടോ? അതുമില്ല. നബിയെ വേഗത്തിൽ എത്തിക്കണേ എന്ന് മറ്റേ മുസ്ലിയാർ പറഞ്ഞ കളവ് അതുണ്ടോ? അതുമില്ല. അപ്പൊ ഒന്ന്, ആ സംഭവം തന്നെ ശരിയല്ല, ആ സംഭവം ഉണ്ടായിട്ടില്ല. കാരണം ഉണ്ടായി എന്ന് പറയാൻ അവലംബയോഗ്യമായ ഒരു രേഖയും ഇല്ല. പിന്നെ ഇനിയിപ്പോ ആകുള്ളത് പിന്നെ തഹ്രീബുൽ അസ്മാഇ ലുഗാത്തിന്റെ നബി കളവ് പറഞ്ഞോ എന്നാണ് പിന്നൊന്നുള്ളത്. അത് നബി പറഞ്ഞതാണോ പിൽക്കാലത്ത് അത് എഴുതി ചേർത്തതാണോ അല്ലാഹു അഅലം, നമുക്കറിയില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു പ്രമാണം കിട്ടണോ? ഹദീസ് അല്ലെങ്കിൽ അസർ എന്തോ ആവട്ടെ, സ്വീകാര്യയോഗ്യമായ ആ പരമ്പരയിലൂടെ കിട്ടണം. ഇനി ഏതായിരുന്നാലും മുജീബ് മുസ്ലിയോട് പറയാനുള്ളത്, മറ്റേ മുസ്ലിയെ നിർത്തിപ്പോയല്ലോ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒന്ന് നിങ്ങൾ അതിന് സനദുള്ള കിതാബിന്റെ പേരൊന്ന് പറയാം.
ഈ സംഭവം നിങ്ങൾ പറഞ്ഞ പോലല്ല, സനദോടുകൂടി ഇന്ന കിതാബിലൊക്കെ വന്നിട്ടുണ്ട്, അത് സ്വഹിയാണ് എന്ന് നിങ്ങൾ പറയുക. അതോടൊപ്പം ആ മുസ്ലിയാര് പറഞ്ഞ വേഗത്തിൽ എത്തിക്കണേ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് അത് ഉണ്ടെങ്കിൽ നിങ്ങളെ ശ്രദ്ധയുടെ പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരിക. റസൂലേ എനിക്ക് ശുപാർശ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുക. അത് മൂന്നും അതിൽ ഇല്ല, ഉണ്ട് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. ഇപ്പോ സുന്നികൾ ഒരു വിഷയം പറയുമ്പോ അതിന് സനദ് വേണം എന്നാ പറയുന്നത്. മൊത്തത്തിൽ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ലഈഫായ ഹദീസ് കൊണ്ട് പിളർത്തിയപ്പോ അതിന് സനദ് വേണ്ട. ഇത് ലഈഫായ ഹദീസ് കൊണ്ട് ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ മൊത്തത്തിൽ തകർത്തു കളഞ്ഞു. അപ്പോ അതിന് സഹിയായ സനദില്ലാതെയാണ് ഇവർ തന്നെ പറയുന്നത് ആ ഹദീസ് ലഈഫാണ് എന്ന്. ആ ലഈഫായ ഹദീസിന്റെ പേരിലാണ് ഈ ഒരു പ്രസ്ഥാനത്തെ തന്നെ പിളർത്തിയത്. ഇപ്പൊ ഇതിന് സനദ് വേണമെന്നും. അപ്പൊ ഞാൻ നേരത്തെ ഇവിടെ ഒന്ന് രണ്ട് വിഷയങ്ങൾ പറഞ്ഞു. ഈ റസൂലുള്ളാന്റെ അടുക്കുന്ന ദുആ ചെയ്തു എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞു. ഏതായാലും എനിക്കറിയുന്ന പല മുജാഹിദ് പ്രവർത്തകരുണ്ട്. ഇത് ഇവിടെ ഞാനിപ്പോ പല ആൾക്കാരും അങ്ങ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ സംഭവം മുജാഹിദ് പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് റസൂലുള്ളാന്റെ അടുക്കുന്ന അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല എന്നും. അങ്ങനെ അപ്പൊ റസൂലിന്റെ അടുക്കൽ ദുആ ചെയ്യാൻ അള്ളാഹിനോട് അല്ലെന്ന് ചോദിക്കുമ്പോ അത് റസൂലിന്റെ അടുക്കൽ ദുആ ചെയ്യാൻ തന്നെ പാടില്ല, അത് പുറത്തുനിന്ന് ആ ബൗണ്ടറിന്ന് പുറത്തേക്ക് വന്നിട്ട് ദുആ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. ഇത് ഈ രണ്ട് വിഷയം, ഇത് ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ ഈ ലഈഫായ ഹദീസ് കൊണ്ടാണ് നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ പിളർത്തിയത്. സുന്നി ഒരു വിഷയം പറഞ്ഞപ്പോ അതിന്റെ ഹദീസ് പറഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോ ഇവിടെ ഈ വിഷയം പറഞ്ഞപ്പോ നിങ്ങൾ ഇബാദുല്ലാഹി എന്ന ഹദീസ് പറഞ്ഞപ്പോ ആ ഹദീസിന്റെ സ്ഥാനത്തിൽ ഞങ്ങൾ പല പരിപാടികളും സക്കരിയാന്റെ പരിപാടി കേട്ടിട്ടുണ്ട്, നിങ്ങളെ പരിപാടി കേട്ടിട്ടുണ്ട്, പല പരിപാടി ഇതുവരെ അതിന്റെ ഒറ്റ സ്ഥാനത്ത് അതിന് പല സനതുണ്ട്. ഒറ്റ ലൈഫും പറഞ്ഞിട്ടില്ല. ഈ ചോദിച്ചു പറയും അത് പറയാൻ കഴിയോ? എന്നാൽ ചോദ്യം ഒന്ന് നോക്കി. അതാ ചോദ്യം ഓർമ്മ എന്താ എങ്ങനെ ആയാല് എന്താ ചോദിച്ചു നോക്കിക്കാൻ അറിയില്ല. അപ്പൊ ഒന്ന് ചോദിച്ചോളാ. അപ്പൊ സംഗതി ഒന്ന് മദ്ഹബ് എന്താ മനസ്സിലായിട്ടില്ല. സക്കരിയാനെ മദ്ഹബ് എന്നല്ലോ, മദ്ഹബ് എന്താ തന്നെ സംഗതി മുക്കല്ലിദാണല്ലോ. അവിടെ മദ്ഹബ് എന്താ ആദ്യം പഠിക്കണം ഒന്ന്. മറ്റൊന്ന് ലഈഫായ ഹദീസ് കൊണ്ട് ഇവിടെ പിളർപ്പുണ്ടായല്ലോ എന്നാ, അതല്ലേ ഞങ്ങളെ പ്രത്യേകത. നിങ്ങളെ സംബന്ധിച്ചത് ലഈഫോ മൗദൂവോ പച്ചപ്പുള്ളോ എന്ത് പറഞ്ഞാലും അവിടെ ചുക്കും വരാഞ്ഞ എന്തും കൊണ്ടെടുക്കാം. ഖാദി റസൂലുള്ളാഹി പറഞ്ഞാൽ മതി. ഉസ്താദ് പറഞ്ഞില്ലേ ശരി, സമീന വാത്തോയിന, പിന്നെണ്ട വല്ല കുഴപ്പമുണ്ടാ? ഇനി മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം എന്താ, നിങ്ങൾക്ക് എന്താ പത്ര ബേജാറ്? മുജാഹിദീങ്ങൾ പറഞ്ഞപ്പോ എന്താ ബേജാറ്? മുജാഹിദിന് കഷ്ണം മുറിയുമ്പോ സ്വാഭാവികമായിട്ട് സുന്നിയാക്ക് പണി കൂടും. മുജാഹിദ് 2 തന്നെ പണി കൂടി. ഇനി 3 അതിലേറെ കൂടും, 4 പിന്നെയും കൂടും, പണി കൂടും. അത് നിങ്ങൾക്കറിയാം. അതാണ് ബേജാറ്. അപ്പൊ ഏതായിരുന്നാലും ഞങ്ങളെ പിറപ്പും കാര്യമൊക്കെ അത് ഇൻഷാല്ലാഹ് ഞങ്ങളെ സംബന്ധിച്ചോളം എന്തുണ്ടായാലും ശരി നിങ്ങളെ വെറുതെ വിടാൻ പോണില്ല. ഇവിടെ നീ പിളർന്നാലും വേണ്ടില്ല, തളർന്നാലും വേണ്ടില്ല. ഒരു ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ആ ജീവൻ ശിർക്കിനെതിരെ നമ്മൾ എന്തായാലും പോരാടാൻ ഉപയോഗിക്കും. പിന്നെ ലഈഫാണോ സ്വഹീഹാണോ അവിടെ അല്ല ഞങ്ങളെ തർക്കം. ഈ ഹദീസ് നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാര് മുസ്ലിയാക്കന്മാർ ദുർവ്യാഖ്യാനിച്ചപ്പോ ആ ദുർവ്യാഖ്യാനത്തെ പിടികൂടിയതുമായി ബന്ധപ്പെട്ടെടുത്ത ഇവിടെ ഒരു ചർച്ച ഉള്ളത്. പിളർപ്പ് അതുകൊണ്ടല്ലതാനും പിളർപ്പുണ്ടായിട്ടില്ല. ഉണ്ടാകുമ്പോ നമുക്ക് അപ്പം നോക്കാം. ആവട്ടെ. അപ്പൊ വിഷയമല്ല, അതിലേക്ക് പോകേണ്ട കാര്യമില്ല. സനത് എല്ലാത്തിനും വേണം. എന്നിട്ട് ചോദ്യം എന്താ ഓർമ്മയില്ല ചോദ്യം അതന്നെ. സനത് ഉണ്ടോന്ന് ചോദിച്ചത് അതാ ചോദ്യം. സനത് ഉണ്ടോ? ഞാൻ പ്രത്യേകം പറഞ്ഞു മുടിക്ക് മാത്രമല്ല എല്ലാത്തിനും സനത് വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ സനത് ചോദിച്ചപ്പോ മുടിയും കാണാനില്ല, മുടിയ മൂലരിയും കാണാനില്ല, മൊത്തം മുങ്ങിയല്ലോ. അപ്പൊ സനത് ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും വേണം, അല്ലാത്ത വർത്താനേ ഇല്ല. സ്വഹീഹല്ലാത്ത സനദില്ലേ മിണ്ടാട്ടല്ല, ഒരു അക്ഷരം ഞങ്ങൾ പറയില്ല, എടുക്കൂല. എന്ത് വന്നാലും വേണ്ടില്ല, ആര് ചെയ്ത്. അതുകൊണ്ടല്ലേ ഇമാം അഹ്മദും ഇമാം നവവിയും ഇമാം തൊബറാനിയും ഇബ്നു തൈമിയ്യയും ഇബ്നു ഖയ്യിമും ഷൗക്കാനിയും അടക്കം ചെയ്തിട്ട് ഞങ്ങൾ എന്ത് പറഞ്ഞു? ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾ യാ ഇബാദ വിളിക്കൂല, ഞങ്ങൾ യാ അല്ലാഹനെ വിളിക്കുള്ളൂ. ഇബ്നു തൈമിയ വിളിക്കാൻ പറഞ്ഞല്ലോ, ആയിക്കോട്ടെ ഞങ്ങൾക്ക് വേണ്ട. ഇബ്നു ഖയ്യിം പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വേണ്ട. നബവി പറഞ്ഞല്ലോ പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇമാം അഹ്മദ് പറഞ്ഞല്ലോ ആയിക്കോട്ടെ ഞങ്ങൾ സ്വീകരിക്കൂല. തൊബറാനി പറഞ്ഞല്ലോ വഖദ് ജുരിബ, എന്നാലും പോരാ സനദ് വേണമെന്നാ ഞങ്ങൾ പറഞ്ഞത്. അതാ ഞങ്ങളെ പ്രത്യേകത. ഇവരൊക്കെ ചെയ്തിട്ടും സനദ് സ്വഹീഹല്ലേ? ഇല്ല കൂട്ടരെ, മുജാഹിദീങ്ങളെ കിട്ടൂല. അവിടെയാണ് തർക്കം. അപ്പൊ ഏതായിരുന്നാലും നീ ചോദ്യം പറഞ്ഞുതരാനല്ലോ, ശ്രദ്ധിച്ചോളി, ശരിക്കും ശ്രദ്ധിക്കുക. ആ ചോദ്യം കഴിഞ്ഞ ഉടനെ ഉത്തരം പറഞ്ഞാൽ പിന്നെ മറക്കൂല. ബാക്കി വയത് നിങ്ങൾക്ക് ശേഷം പറയാം. അതിന് മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ 5 മിനിറ്റ് വയത് പറഞ്ഞോളി, അതിനും കുഴപ്പമില്ല.
ഏതായിരുന്നാലും ഞാൻ 3 കാര്യം ചോദിച്ചത്. ഒന്ന്, അങ്ങനത്തെ സംഭവം തന്നെ ഇല്ല. കാരണം ഉണ്ടാകണമെങ്കിൽ ഒന്ന് ഉഖബത്ത് അത് പറയണം. ഉഖബത്ത് പറഞ്ഞു എന്നില്ല, ഉഖബത്തിൽ നിന്ന് ആര് കേട്ടു എന്നില്ല, അത് ആര് ഉദ്ധരിച്ചു എന്നില്ല. അതുകൊണ്ട് ആ സംഭവം തന്നെ ഇല്ല. അതുകൊണ്ട് സനദോടുകൂടി ഈ സംഭവം ഏതെങ്കിലും കിതാബിൽ വന്നത് താങ്കളുടെ ശ്രദ്ധയിൽ ഉണ്ടെങ്കിൽ താങ്കൾക്ക് പറയാമോ ഒന്നതാണ്. അത് നിങ്ങൾ പറയും, എന്നിട്ട് അടുത്ത ചോദിക്കാം, പിന്നെ ഞാൻ മറക്കും. ഞാൻ ഈ വിഷയം ചോദിക്കാനും ഇത് പറയാൻ ഞാൻ വിഷയം സ്ഥാനത്ത് കണ്ടില്ല. ഈ വിഷയത്തിന് സന്ധ്യ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആയിക്കോട്ടെ ശരി. അപ്പൊ ആ സാധനം കണ്ടിട്ടില്ല, ഇനി ഇൻഷാ അല്ലാഹ് കാണൂല. കണ്ടിട്ടില്ല, ഇലാ യൗമിൽ ഖിയാമ കാണൂല. അപ്പൊ മനസ്സിലാക്കുക അങ്ങനെ സാധനം ഇല്ല. ഇനിയിപ്പോ രണ്ടാമത്തെ ചോദ്യം വേണമെന്നില്ല, രണ്ടാമത്തെ മൂന്നാമത്തെ ചോദ്യം വേണമെന്നില്ല. കാരണം അങ്ങനത്തെ സാധനം നിങ്ങൾ കണ്ടിട്ടില്ല, കാണാട്ട് കഴിയൂല. എനിക്ക് ഏതെങ്കിലും കാലത്ത് കാണുകയാണെങ്കിൽ അപ്പൊ ബാക്കി ചർച്ച ചെയ്യാം. സനത് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഉടനെ തൊട്ടടുത്ത മുഖാമുഖം എവിടെയുള്ളത് അവിടേക്ക് വരിക. സനത് ഉണ്ട്, സ്വഹിയാണ് എന്ന് അതുമായി നിങ്ങൾ വരികയാണെങ്കിൽ പിന്നെ ബാക്കി ചർച്ച ചെയ്യാം. സനത് ഇല്ലാത്ത കാലത്തോളം പിന്നെ ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അടുത്ത ചോദ്യം പ്രസക്തമല്ല, അവിടെ ഞാൻ ചോദിച്ചടങ്ങാറാക്കണില്ല. ഈ സാധനങ്ങൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇനി അത് കാണുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പൊ ഞാൻ അതല്ലാത്ത വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോ ഇസ്ലാമിൽ ഒരു പ്രവൃത്തി, ഒരു കർമ്മം, അതിന്റെ എല്ലാ സർത്തും ഫർളുകളും എല്ലാം ഒരാൾ ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നിസ്കാരം തന്നെ, നിസ്കാരത്തിന്റെ സർത്ത് ഫർള് എല്ലാം ഒരാൾ ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ അതിന്റെ റസൂലുള്ളാഹിനെ ഉദ്ധരിക്കുന്ന ആ ഹദീസിന്റെ സനദ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിസ്കാരത്തിന് ഇത്ര ഫർളുണ്ട്, അങ്ങനെ ഓരോ ഫർളിന്റെ ഹദീസും സനദും, അങ്ങനെ സനദും ഹദീസും ഉണ്ടോ? അല്ലെങ്കിൽ ഈ അർത്ഥത്തിലാണെങ്കിൽ അതിന് നിസ്കാരത്തിന് നോമ്പിന് ഈ അതിൻ്റെതായ റുക്കുനുകൾ പറയുന്ന സ്ഥലത്ത് അതിന്റെ സർത്ത് ഫർള് എന്ന വിഷയങ്ങൾക്കൊക്കെ സനദ് വേണം എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അങ്ങനെ സനദ് ഉണ്ടെങ്കിൽ ഓരോന്നിന്റെയും സനദ് നിങ്ങൾ ഇപ്പൊ പറയണ്ട, ഏതെങ്കിലും നിങ്ങളുടെ ഒരു മാസികയിൽ നിങ്ങൾ നിസ്കാരത്തിന്റെ 14 ഫർളിന്റെ ഒരു സനദ് നിങ്ങൾക്ക് വിശദീകരിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം. ആയിക്കോട്ടെ സുഹൃത്ത്, യാതൊരു സംശയവും. ഷർത്തും ഫർളും മാത്രം. നിസ്കാരത്തിൽ കൈ എവിടെ കെട്ടണം അതിന് വരെ സനദുൽ ഹദീസ് വേണം. ഷർത്തും ഫർളും മാത്രമല്ല. അതുകൊണ്ടല്ലേ മോലയമാരെ പള്ളമ്മ കെട്ടിയപ്പോ ഞങ്ങൾ പറഞ്ഞത് പ്രധാനപ്പെട്ട അവയത്തമ്മ കെട്ടാന്ന് നബി പറഞ്ഞപ്പോ മോലയമ്മ തെറ്റിദ്ധരിച്ചതാണ്. അതുകൊണ്ട് അതിന് സനദില്ല, സനദ് നെഞ്ഞമ്മ കെട്ടാനാണ്, അവിടെ കെട്ടിക്കോളി ഞങ്ങൾ പറഞ്ഞതുകൊണ്ടല്ലേ. നിസ്കാരത്തിന്റെ ഏത് ഫർളെടുത്താലും ആ ഫർളിനും ഷർത്തിനും സുന്നത്തിനും ഓരോന്നിനും എന്തുണ്ട്, കൃത്യമായ സനദുണ്ട്, സനദോട് കൂടി വന്നിട്ടുണ്ട്. കാരണം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച എന്താ, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെ കണ്ടുവോ അങ്ങനെ നമസ്കരിക്കുവീന്ന. എന്നിട്ട് നമ്മൾ എന്നിട്ട് നബി നിസ്കരിച്ച് അങ്ങനെ കാണാൻ കിട്ടുമോ? ഒരു സംശയമില്ല. അള്ളാഹുവിന്റെ റസൂല് മിമ്പർമ കേറിയിട്ടാണ് നിസ്കരിച്ചു കാണിച്ചു കൊടുത്തത്. മിമ്പർമ കേറിയിട്ട് നബി തങ്ങൾ നിസ്കരിച്ചാണ് കാണിച്ചു കൊടുത്തു. റുകൂഇന്റെയും സുജൂദിന്റെ സമയത്ത് താഴേക്ക് ഇറങ്ങി, എന്നിട്ട് അവിടെ സുജൂദ് ചെയ്തു. അത് കഴിഞ്ഞ് എണീറ്റ് വീണ്ടും മിമ്പർമ കേറി, എന്നിട്ട് സലാം വീട്ടിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഞാനിത് ചെയ്തത് എന്തിനാ, ലിതഅ്തമ്മൂ ബി, നിങ്ങൾ എന്നെ പിന്തുടരാൻ വേണ്ടിയാണ്, എന്നെ പിൻപറ്റാൻ വേണ്ടിയാണ്, എന്റെ നമസ്കാരം പഠിക്കാൻ വേണ്ടിയാണ്. അതിലെ ഓരോന്നിനും കൃത്യമായി സ്വഹീഹായ സനദോട് കൂടിയുള്ള ഹദീസുണ്ട്. ഇനി അതുണ്ടെങ്കിൽ ഏതെങ്കിലും മാസികയിൽ കൊടുക്കുമെന്നാ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഞാൻ പറഞ്ഞുതരാം, പക്ഷെ നിങ്ങൾ പോയി വായിക്കണം, വെറുതെ ചോദിച്ചു പോകരുത്. ഒന്ന്, KNM ഇറക്കിയ 3ാം ക്ലാസ് 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളിലെ കർമ്മ പാഠങ്ങൾ എന്ന പുസ്തകമുണ്ട്. കർമ്മപാഠങ്ങൾ, അതിൽ നിസ്കാരത്തിലെ ഓരോന്നും എണ്ണി ഒതു കൊടുക്കലും, കൈ കെട്ടലും, ഫാത്തിഹ ഓതലും, റുക്കൂഅ് ചെയ്യലും, എഴുത്തിദാലും, സുജൂദും, അതേപോലെ ഇടയിരുത്തവും, അത്തഹിയാത്തും, സലാം വീട്ടലും അടക്കം ഓരോ ഫർളും എണ്ണി കൊടുത്ത് അതിന്റെ ഹദീസ് അടക്കം കൊടുത്ത് ഇന്ന കിതാബിലുണ്ട്. ബുഖാരി ആണെങ്കിൽ ബുഖാരി അല്ലട്ടോ, സ്വഹീഹ് ബുഖാരി, അതേപോലെ സ്വഹീഹ് മുസ്ലിം, തുർമുദി, അബൂദാവൂദ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുജീബ് മുസ്ലിയാർ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് 3ാം ക്ലാസ് 4ാം ക്ലാസ് 5ാം ക്ലാസ്, ഈ 3 ക്ലാസ്സിലെ കർമ്മപാഠം. 2ാം ക്ലാസ്സിലും ഉണ്ട്, പക്ഷെ അവിടെ ഹദീസ് അത്ര അധികം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ 3 പുസ്തകം. മറ്റൊന്ന്, നമസ്കാരം എന്ന പേരിൽ KNM ഇറക്കിയ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ആ പുസ്തകങ്ങളിലും ഓരോന്നും ഹദീസ് അടക്കം പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അതേപോലെ മൂന്നാമതുള്ളത് പിന്നെ പ്രത്യേകമായി നമസ്കാരവും അതേപോലെ ആരാധനാക്രമങ്ങളും എല്ലാം പഠിപ്പിക്കാൻ വേണ്ടി ഇറക്കിയ പിന്നെ കർമാനുഷ്ഠാനങ്ങൾ
എന്നൊരു ഒരു വലിയ ബൃഹത്തായ ഗ്രന്ഥം തന്നെയുണ്ട്. ആ ഗ്രന്ഥത്തിലും നിസ്കാരവുമായി ബന്ധപ്പെട്ട് വിശദമായി ഓരോ ഷർത്തും ഫർളും സുന്നത്തും ഹദീസ് അടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പൊ സുഹൃത്ത് തെറ്റിദ്ധരിച്ചതാണ് എനിക്കറിയാം. കാരണം ഞാനൊക്കെ മുസ്ലിയായിരുന്ന കാലത്ത്, സുന്നി നിൽക്കുന്ന കാലത്ത് ഞാനൊക്കെ വിചാരിച്ചിരുന്നു നിസ്കാരത്തിന്റെ ഓരോന്നും ഇപ്പൊ ഹദീസ് ഒന്ന് കിട്ടുമോ, അതൊക്കെ വഹാബികളെ പോയത്തല്ലേ എന്ന് അന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അപ്പൊ അന്ന് ഞാനുള്ള സ്ഥാനത്താണ് ഇപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പുസ്തകങ്ങൾ വായിക്കുക, കൃത്യമായി കിട്ടും, സനദ് കിട്ടും, എവിടെ പറഞ്ഞത് കിട്ടും, ഏത് കിതാബിലാ കിട്ടും. അങ്ങനെ കിട്ടിയിട്ട് പിന്നെ സംശയമുണ്ടോ അത് പരിശോധിക്കാൻ വീണ്ടും സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തി നിങ്ങൾ റസൂൽ നിസ്കരിച്ച പോലെ തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കുക. ഏറ്റവും ചുരുങ്ങിയത് കയ്യെട്ടുള്ള വിഷയത്തിലെങ്കിലും ഒന്നും ചെയ്യുക, നിങ്ങളൊന്ന് വായിക്കാൻ ശ്രമിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ആളുകൾ കാത്തിക്കുന്നുണ്ട്. ഞാൻ വന്ന വിഷയം, ഞാൻ ഈ തവസ്തുസ്തികാസ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു. ചോദിക്കാൻ ഉദ്ദേശിക്കല്ല, ചോദിക്കാൻ ഉദ്ദേശിക്കാൻ ചോദിച്ചു. ആ വിഷയത്തിൽ ഞാൻ ചോദിക്കാനുള്ളത്, ഇവിടെ മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ മഹാന്മാരോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ഖുർആനിലോ ഹദീസിലോ നസ് ഉണ്ടെങ്കിൽ, അതായത് അന്നൽ മസാജിദില്ല ഇൻ തദ്ഊഹും എന്ന ആയത്തോതണം മക്കയിലുള്ള മുസ്ലിങ്ങൾക്ക് ഇറങ്ങിയ ആയത്താണ്. സുന്നികൾ നടത്തപ്പെടുന്ന, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നടത്തപ്പെടുന്ന റസൂലുള്ളാഹിനോട് സഹാബത്ത് സന്നിധ ഘട്ടത്തിൽ സഹായം ചോദിക്കപ്പെട്ട സംഭവം അത് ശിർക്കാണ് എന്ന് സമർത്ഥിക്കാൻ നിങ്ങളൊക്കെ തെളിവുണ്ട്. അതേ അർത്ഥത്തിൽ സുന്നി നടത്തപ്പെടുന്ന ഇസ്തിഹാസ, അത് സഹായം ചോദിക്കാതെ അത് ശിർക്കല്ല, അത് പുണ്യകർമ്മമാണ് എന്നതിന് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ അത് വേറെ തെളിവ് ഉദ്ധരിക്കാവുന്നതാണ്. തിരിച്ച് ഞാൻ ചോദിച്ച ചോദ്യം, മഹാന്മാരുള്ള സഹായാർത്ഥന ശിർക്കാണ്. അത് മഹാന്മാരെ ലാത്ത ഉസ്സ മനാത്ത മക്ക മുശ്രിക്കുകൾ മഹാന്മാരായി ഉദ്ധരിക്കപ്പെട്ട മഹാന്മാരുണ്ട്, അത് ശിർക്കാണ് എന്നതിന് പ്രമാണമുണ്ട്. യഥാർത്ഥത്തിൽ റസൂലുള്ള മഹാനായി നിൽക്കുന്ന സമയത്ത് സഹാബത്ത് ചില വിഷയങ്ങൾ റസൂലുള്ളാഹിനെ സഹായം ചോദിച്ചിട്ടുണ്ട്, അദൃശ്യമായതും അദൃശ്യമല്ലാത്ത സഹായം ചോദിച്ചിട്ടുണ്ട്. അത് ശിർക്കായിരുന്നോ അല്ലേ? അതേ അർത്ഥത്തിലാണ് മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള മഹാന്മാരോടുള്ള സഹായ അർത്ഥന ശിർക്കാണ് എന്ന് ഖുർആനിൽ നിന്നൊരു ആയത്ത് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഞാൻ കേൾക്കാൻ തയ്യാറാണ്. നിങ്ങൾ റസൂലുള്ളാഹിനോട് തെളിയിക്കുകയാണെങ്കിൽ ഖുർആനിൽ നിന്ന് തെളിയിക്കുകയാണെങ്കിൽ എന്താണ് ലാസ്റ്റ് മുജാഹിദാവുന്ന നമ്മള് പറയുന്നത് മൂപ്പര് കേൾക്കുന്നു. ഞാൻ പേടിച്ചു മൂപ്പര് മുജാഹിദ് ആവോന്ന്. അപ്പൊ അതില്ല, സമാധാനമായി. അപ്പൊ എന്തായിരുന്നാലും ഒരു മുൻകൂർ ജാമ്യം, അതെന്താ ഇങ്ങനെ കുറെ ആയത്തുള്ളതെന്ന് ഓതണ്ട. ഞങ്ങളുടെ നാട്ടിലൊരു ഒരു ഹാജരുണ്ട്. സംഗതി ഹാജരാണെങ്കിലും ഇടയ്ക്ക് 30 ദിവസം ഒന്ന് പിന്നെ വെള്ളടിക്കും. അപ്പം മൂപ്പരോട് ഇപ്പൊ നമ്മളാരെയും പോയിക്കാട് പറയാം, ആചാരങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. അതെന്താ സംഗതി? അല്ല, ഖുർആനിലുണ്ട് ഫഹൽ അൻതും മുൻതഹൂന. എന്താ മൗലവി, അത് മക്കത്തിറങ്ങിയ ആയത്തല്ല, അത് അപ്പൊ നിങ്ങൾ എനിക്ക് ഓതുന്നത്. ഞാൻ കുടിക്കാൻ പാടില്ല എന്ന ആയത്തുണ്ടെങ്കിൽ കൊടുന്നോളി, എന്നാ പിന്നെ ഞാൻ നിർത്തിക്കോളാം. എനിക്കും നിങ്ങൾക്കും കഴിയോ കൊണ്ടുപോയി കൊടുക്കാൻ? അപ്പൊ ഞാൻ ഓൻ കുടിച്ചോട്ടേക്ക്. എത്ര സ്ഥലത്ത് ബാറ് SSF പല മദ്യത്തിനെതിരെ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു. ഒരു നടന്നക ചെല്ലുമ്പോ ചോദിക്കുക, അല്ല ക്യാമ്പയിനൊക്കെ അവിടെ കട്ടെ, നിങ്ങൾ ആയത്തോതി. അപ്പൊ ആയത്ത് നമ്മുടെ ഹംറു അൽ മൈസറു, അത് മക്കത്തിറങ്ങിയ ആയത്ത്, അത് പറ്റൂല. എല്ലാ ആയത്തും മക്കത്തിറങ്ങിയത്. മക്കത്തും മദീനത്തും അല്ലാതെ റസൂല ജീവിച്ച നാടുകളിലല്ലാതെ ഇറങ്ങിയ ഒരു ആയത്തേ ഇല്ല. ആദ്യം അത് മനസ്സിലാക്കുക. കേരളത്തിൽ ഒറ്റ ആയത്തും ഇറങ്ങിയിട്ടില്ല. എന്നുള്ള ഭാഗ്യം റബ്ബ് നമ്മ തന്നിട്ടില്ല. പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞ കേരളത്തില് ഒരൊറ്റ ആയത്തും ഇറങ്ങിയിട്ടില്ല, ഇന്ത്യയിലും ഇറങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മക്കത്തുള്ളവൻ ചെയ്ത് എന്താ നമ്മൾ നോക്കേണ്ടത്? അവിടെയാണ് ആയത്തിറങ്ങിയത്. മക്കത്തുള്ളവർക്ക് ഇറങ്ങിയ ആയത്ത് ഓർക്ക് മാത്രം വിട്ടുകൊടുക്കാൻ പറ്റുമോ? അങ്ങനെ പിന്നെ ഇപ്പൊ നമ്മളെ മുസാഫിന് ആ ആയത്തൊന്നും നമ്മൾ ഓതേണ്ട ആവശ്യമില്ല, പരിഭാഷ കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ആയത്ത് വരുമ്പോ പരിഭാഷക്കാരൻ എന്താ പറയാ, ഇത് നമുക്ക് ബാധകമല്ല. ഖുർആൻ പരിഭാഷ മറിച്ചു നോക്കുമ്പോ കോഴിക്കോട് കാതിന്റെ പരിഭാഷയോ അല്ലെങ്കിൽ തിരുവങ്ങാട് കാതിന്റെ പരിഭാഷയൊക്കെ മറിക്കുമ്പോ ഇന്തത് ഒഴുകും അർത്ഥമൊന്നും ഉണ്ടാവില്ല. എന്താ കാരണം? ഈ ആയത്ത് നമുക്ക് ബാധകമല്ല. വിട്ടു. ഇനി നിങ്ങൾ തഫ്സീർ ജലാലൈനി നിങ്ങൾ ഓതിയ സാധനമാണ്, കുറച്ച് ഭാഗം മുഴുവനെങ്കിലും. ആ തഫ്സീർ ജലാലൈനിയില് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുന്നിടത്ത് കാണാം ഐ അഹ്ല മദീന, മദീനക്കാരേ. യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞിട്ട് യാ അഹ്ല മക്ക, മക്കക്കാരേ. ഇപ്പൊ വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന എന്താ? യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, ജനങ്ങളെ നിങ്ങൾ റബ്ബിനെ ആരാധിക്കുവീൻ. യാ അയ്യുഹന്നാസ് ആർക്കാ? മക്കക്കാരേന്നാ. അത് ഓരോട് പറഞ്ഞതാ, നമ്മക്കത് ബാധകല്ല എന്ന് നിങ്ങൾ പറയോ?
അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയേണ്ടതെന്ന് വെച്ചാല് നിങ്ങൾ പറഞ്ഞതാലും പറഞ്ഞു, അതൊരു ശരിയായില്ല. ആ ആയത്തൊന്നും നമുക്ക് വാദകല്ലാതെ ശരിയല്ല. മറിച്ച് ആ ആയത്ത് ഓലെപ്പറ്റി ഇറങ്ങിയെങ്കിൽ ഓല് ചെയ്ത പണി എന്താ നോക്കാലോ. അവർ ചെയ്ത പണി എന്താ, ആ പണി പോലെ ഉണ്ടെങ്കിൽ ആയത്ത് നമുക്ക് വാദകാണല്ലോ. അതിൽ അൽഹംദുലില്ലാ എന്നാ മതി. ഞാൻ കരുതി ഒന്നും പറ്റില്ല കരുതി. അപ്പൊ പിന്നെ ഇനി നോക്കാനുള്ള എന്താണ്, അപ്പൊ ആയത്ത് ഏതായാലും കിട്ടി. ഒരുപാട് ആയത്തപ്പം അങ്ങനെ ഉണ്ട്. ഉദാഹരണമായിട്ട് ഇൻതദഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമ യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. സൂറത്ത് ഫാത്തിറിലെ 14ാമത്തെ ആയത്താണ്. അതേപോലെ വമൻ അദ്ളലു മിമ്മൻ യദ്ഉ മിൻ ദുനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ എന്നാണ്. സൂറത്ത് അഹ്ഖാഫിലെ 4-5 ആയത്തുകളാണ്. ഇങ്ങനത്തെ ഒരുപാട് ആയത്തുകൾ ഖുർആനിലുണ്ട്. ഇവിടെ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട്, അവൻ ചെയ്ത പണി ശിർക്കാണ് എന്നാണല്ലോ അല്ലാഹ് പറഞ്ഞത്. ഇനി ആ പ്രാർത്ഥന എന്താ? ഇമാം ഖുർത്തുബി പറഞ്ഞു, ഇൻ തദ്ഉഹും എന്ന് പറഞ്ഞാൽ ഐ ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവാഇബി, വിപത്തുകളിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാസ ചെയ്താൽ. വിപത്തുകളിൽ 1 അല്ല 2 മിനിറ്റ് തരാം, ഇത് കഴിയട്ടെ. വിപത്തുകളിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാസ ചെയ്താൽ ആരോട്? 1 ബിംബങ്ങളോട്, 2 ثم يجوز أن يرجع هذا إلى المعبودين مما يعقل كالملائكة والأنبياء والجن والشياطين. ജിന്ന് കേട്ടപ്പോ ചെറി ഇപ്പൊ മനസ്സിലായ ജിന്നിന്റെ ആൾക്കാർ പോലാന്നുള്ളത്. അപ്പൊ മലക്കുകള്, അമ്പിയാക്കള്, ജിന്ന്, ശൈത്താന്മാര്, ഇങ്ങനെ നിങ്ങൾ ആരോട് തേടിയാലും ആരോട് ഇസ്തിഗാസ ചെയ്താലും ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവാഇബി, വിപത്ത് വരുമ്പോൾ നിങ്ങൾ അവിടെ ഇസ്തിഗാസ ചെയ്താൽ ആരോട്? നബിയോട്, വലിയനോ, മലക്കിനോട്, ജിന്നിനോട്, ശൈത്താനോട്, ആരോട് നിങ്ങൾ വിപത്തുകളിൽ ഇസ്തിഗാസ ചെയ്താലും അത് ശിർക്ക് തന്നെ എന്നല്ല പറയുന്നു. അപ്പൊ ഈ പണി അബൂജഹൽ ചെയ്തു, ഓ മുസ്ലിക്കായി. അബൂലഹബ് ചെയ്തു, ഓനും മുസ്ലിക്കായി. മക്കത്തെ മുസ്ലിക്കീങ്ങളൊക്കെ ചെയ്തു, ഓലൊക്കെ ചെയ്ത് ശിർക്കായി. ആ പണി നമ്മൾ ചെയ്താൽ ശിർക്കാകൂല എന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പം സ്വാഭാവികം പറയാമെന്ത്, അത് ബിംബുണ്ടാക്കിയതാണ്. അങ്ങനെയാണെങ്കിൽ റസൂൽ എന്താ പറയേണ്ടത്? അബൂജഹൽ ലാത്ത കാര്യപ്പെട്ട ആൾ തന്നെയാണ്, മൂപ്പര് മഹാനായ മനുഷ്യനുമാണ്, കറാമത്തുണ്ടാവാം, അതുകൊണ്ട് തൽക്കാലം കാണിച്ച ബിംബാണ് ഒഴിവാക്കിക്കാള്, ബാക്കി അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഈ കച്ചറൊന്നും ഉണ്ടാവില്ല. ഇബ്രാഹിം നബിന്റെ ബിംബം വെച്ചിട്ട് അബൂജഹൽ തേടി. റസൂൽ എന്ത് പറയാ? അബൂജഹൽ ഇബ്രാഹിം നബി നബിയാന്ന് എനിക്കും അറിയാം, എനിക്കും അറിയാം. നമ്മൾ തർക്കപ്പോടെ ഈ കല്ലിതിനടി വേണോ വേണ്ടേതാ, ആ ബിംബാണ് ഒഴിവാക്ക്. എന്നാ എന്തയ്യാ, തേട്ടൻ ഞാനും ഇതൊക്കെ ഒന്നെ പറ, നമുക്ക് ഉണ്ടാക്കുന്നയ്യാ ഇബ്രാഹിം നബിയേന്ന് തേടാം എന്ന് റസൂല് പഠിപ്പിച്ചില്ല. മറിച്ച് അവരോട് ഇസ്തിഗാസ ചെയ്താൽ ആ ഇസ്തിഗാസ അവർ കേൾക്കില്ല, കേട്ടാ തന്നെയും ഉത്തരം ചെയ്യില്ല, അത് ശിർക്ക് തന്നെ എന്ന് അല്ലാഹ് വ്യക്തമായി ഖുർആനിൽ പഠിപ്പിച്ചു. ഇമാം ഖുർത്തുബി അടക്കമുള്ള മുഫസ്സിരീങ്ങൾ അത് വിശദീകരിച്ചു. ഒരുപാട് ആയത്തുകൾ സമാനമായി വന്നു. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇറങ്ങിയ ആയത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ശിർക്കിനെ മൂടിക്കാൻ പറ്റൂല. ആ ശിർക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കും ആ ആയത്തിനല്ലേ വരിക. അത് എല്ലാം ഇനിയിപ്പോ നിസ്കാരത്തിന് ആർക്കിറങ്ങിയതാ? മദീനത്തെ മുഅ്മിനീങ്ങൾക്ക് ഇറങ്ങിയതാ നിസ്കാരത്തിന്റെ ആയത്ത്. അത് വെച്ചിട്ട് നമ്മളൊരാൾ പറയാ ഞാൻ നിസ്കരിക്കൂല, കാരണം ആയത്ത് അത് മദീനത്തിറങ്ങിയല്ലേ, എനിക്ക് നിസ്കരിക്കാൻ ആയത്തൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളോ അംഗീകരിക്കൂലല്ലോ. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ആ ബേസ് ശരിയല്ല. എന്നാൽ ഇങ്ങനെ നബിയാവട്ടെ, വലിയാകട്ടെ, മലക്കാവട്ടെ, ജിന്നാവട്ടെ, ശൈത്താനാവട്ടെ, ആരാവട്ടെ, മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിലാവട്ടെ അല്ലാതാവട്ടെ, എന്തിനടിസ്ഥാനത്തിലാണെങ്കിലും റബ്ബല്ലാത്തവരോട് വിപത്തുകളിൽ ഇസ്തിഗാസ ചെയ്താൽ ആ ഇസ്തിഗാസ ദുആ ആണ്, ആ ദുആ ശിർക്കാണ്, അത് റബ്ബല്ലാത്തവർക്കുള്ള ആരാധനയാണ്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞു, പിന്നെ സുയൂത്തി റഹിമത്തുള്ളയുടെ വാചകം മുജീബ് മുസ്ലിയാർ ശ്രദ്ധിക്കണം, ഇദ്ദേഹത്തെ മനസ്സിലാകുന്നുണ്ട് ഏകദേശം. അപ്പൊ സുയൂത്തിയുടെ അൽ അംറു ബിൽ ഇത്തിബാഅ് എന്ന കിതാബിൽ അദ്ദേഹം പറഞ്ഞു, വഅന്ന സ്വഹാബ വഖദ് അജ്ദബു മറാത്തിൻ വദഹമതുഹും നവാഇബു ബഅദ മൗതി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹല്ലാ ജാഉ വസ്തസ്ഖൗ വസ്തഗാസു ഇൻദ ഖബ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ സ്വഹാബി നബി തങ്ങളുടെ ഖബറിൽ വന്ന് ഇസ്തിഗാസ ചെയ്തിട്ടില്ല.
ഒരൊറ്റ സ്വഹാബി ഇസ്തിഗാസ ചെയ്തിട്ടില്ല. അപ്പൊ ഇസ്തസ്ഖിൽ ഉമ്മത്തിക്ക സുയൂത്തി അംഗീകരിച്ചിട്ടില്ല എന്നർത്ഥം, അദ്ദേഹം അത് തട്ടിക്കളഞ്ഞതാണ് എന്നർത്ഥം, അല്ലെങ്കിൽ സ്വഹാബി അല്ല എന്നർത്ഥം. എന്തോ ആവട്ടെ, ഒരൊറ്റ സ്വഹാബി നബിതങ്ങളെ ഖബറിൽ വന്ന് ഇസ്തിഗാസ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? നബിക്ക് മുഴുജത്തുണ്ട് എന്ന് സ്വഹാബിയൊക്കെ മനസ്സിലാകാത്തോണ്ടല്ല, സ്വഹാബിയൊക്കെ കറാമത്തുണ്ടെന്ന് സ്വഹാബിയൊക്കെ ചെയ്യാത്തോണ്ടല്ല, മറിച്ച് അത് വെച്ച് ഇസ്തിഗാസ ചെയ്യാൻ വകുപ്പില്ല എന്ന് തന്നെ സ്വഹാബി മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഫഹല്ല ജാഉ വസ്തസ്ഖൗ വസ്തഗാസു ഇൻദ ഖബ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇനി വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ പിന്നെ അടുത്താക്കി കൊടുക്കാം. ഇപ്പൊ ഇവിടെ പറഞ്ഞത് മക്കയിലുള്ള മുശ്രിക്കുകൾക്കും അതേ ആയത്തിനെ മൊത്തത്തിൽ എല്ലാവർക്കും ബാധകമാണ് എന്നാ പറഞ്ഞത്. അങ്ങനല്ലേ മറുപടി പറഞ്ഞേ? അല്ല നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അതാ പറയാൻ പോണത്. അല്ലാന്ന് അഭിപ്രായം ഉണ്ടോ? അല്ലാന്ന് പറയാൻ പോണത്. ഈ ആയത്ത് മക്കത്തെ മുസ്ലിംക്ക് മാത്രമുള്ള ആയത്ത്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച മുഅ്മിനീങ്ങൾ മഹാന്മാരോട് ഉള്ള സഹായ അർത്ഥന ഇതിൽ പെടും എന്നതിന് പ്രമാണമായിട്ട് ഇത് ഒന്നും മനസ്സിലാക്കി തരാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച ഒരാള് മഹാന്മാരോടുള്ള സഹായ അർത്ഥന ശിർക്കാണ് എന്നതിന് ഇത് പെടും. ഈ മക്ക മുശ്രിക്കുകൾ സഹായം ചോദിക്കുന്നതിൽ പെടും എന്നതിന് ഖൗലുൽ മൗലവി ലൈസ ബി ഹുജ്ജത്തിൻ ഒരു അസ്ല് ഇതിന് പറഞ്ഞില്ല, ഒരു തെളിവ് പറഞ്ഞില്ല. ഇന്ന തഫ്സീറിൽ മോചിതത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ച ഒരാള് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ഏതെങ്കിലും ഒരു പ്രാമാണിക തഫ്സീർ, നിങ്ങൾ ഈ കുറെ ആയത്തുണ്ടല്ലോ ഖുർആനിൽ, ഈ ആയത്തിൽ ഏതെങ്കിലും ഒരു തഫ്സീർ പറയാൻ പറ്റുമോ എന്നാണ് എന്റെ അടുത്ത ചോദ്യം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ച ഒരാള് മുഅ്ജിസത്ത് കറാമത്ത് അടിസ്ഥാനത്തിൽ സഹായം തേടിയാൽ അത് ഈ ആയത്തിൽ പെടും എന്ന് എവിടെങ്കിലും പറഞ്ഞോ എന്നാണ്. ഏതെങ്കിലും തഫ്സീറല്ലേ? ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ച ഒരാള് പിന്നെ അങ്ങനെ തേടൂല. ഒന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നൊരാളെ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ റബ്ബിനോട് മാത്രമേ തേടുള്ളൂ. കാരണം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനക്കർഹനായി അല്ലാതെ മറ്റാരുമില്ല. പ്രാർത്ഥിക്കപ്പെടാൻ, നേർച്ച അർപ്പിക്കപ്പെടാൻ, സത്യം ചെയ്യപ്പെടാൻ, വഴിപാട് കൊടുക്കാൻ, ബലിയർക്കാൻ എല്ലാത്തിനും അർഹൻ അല്ലാഹ് മാത്രം. പിന്നെ അത് വിശ്വസിച്ച ഒരാളെങ്ങനെ ഇതിന് പോവോ? അത് വിശ്വസിച്ച ഒരാൾ ഇതിന് പോവോ? ഇല്ലല്ലോ, പോവില്ല. ഇനി മറ്റൊന്ന്, അങ്ങനത്തെ ഒരാൾ തേടിയാൽ അത് ഇതിന് പെടുന്ന ഇവിടെ പറഞ്ഞൂന്നാ. ഈ അല്ലാഹ് പറഞ്ഞെന്താ? നിങ്ങൾ അവരോട് തേടിയാൽ, ആരോട്? നബിയോട്, വലിയനോട്, മലക്കിനോട്, ജിന്നിനോട്, ശൈത്താനോട് നിങ്ങൾ തേടിയാൽ ആ തേട്ടം ശിർക്ക്. അപ്പൊ സ്വാഭാവികമായി എന്ത് ചെയ്തു? നബിയോടുള്ള തേട്ടങ്ങളൊക്കെ പെട്ടു. ഇനി കിട്ടേണ്ടത് എന്താ? മുഅ്ജിസത്ത് കറാമത്ത് സ്ഥാനത്തുള്ള തേട്ടത്തിനെ പറ്റി അല്ല അല്ലാഹ് ഈ പറഞ്ഞത് എന്ന് കിട്ടണം. ഇതിലിപ്പോ എല്ലാം പെട്ടു. ഒന്ന് ഇൻതസ്തഗീസു ബിഹിം, ഇസ്തിഗാസ ചെയ്താൽ എന്ന് പറഞ്ഞു. അപ്പൊ ഇസ്തിഗാസൊക്കെ പെട്ടു. ഫിന്നവാഇബി, വിപത്തുകളിൽ. പിന്നെ അവരാരാണ്? മലക്കും നബിയും ജിന്നും ശൈത്വാനും, നാലും പെട്ടു. അപ്പോൾ അദ്ദേഹം കേൾക്കട്ടെ, അദ്ദേഹം ഉത്തരം കേൾക്കട്ടെ. അപ്പോൾ മലക്കും ജിന്നും നബിയും ശൈത്വാനും എല്ലാരും പെട്ടു. ആരോട് ഇസ്തിഗാസ ചെയ്താലും എന്നാണ് ആ തഫ്സീർ ഉള്ളത്. നിങ്ങൾ ആരോട് ഇസ്തിഗാസ ചെയ്താലും, നബിയോടോ മലക്കിനോടോ ശൈത്താനോടോ ജിന്നിനോടോ വിപൽഘട്ടങ്ങളിൽ ഇസ്തിഗാസ ചെയ്താൽ ശിർക്ക്. ഇനി ആ ഇസ്തിഗാസയിൽ മുഅ്ജിസത്ത് കറാമത്ത് സ്ഥാനത്തിലുള്ള ചോദ്യം, ആ അടിസ്ഥാനത്തിൽ ഇസ്തിഗാസ പെടുകയില്ല എന്നല്ലേ തെളിയേണ്ടത്? ഇതുപ്രകാരം എല്ലാം പെട്ടു. ആരും കേട്ടിട്ട് പറയും. ഇതുപ്രകാരം എല്ലാം പെട്ടു. ഇനി ഇതിൽ പെടാത്തതുണ്ടെങ്കിൽ അതല്ലേ പറയേണ്ടത്. ഇതിൽ പെടില്ല. ഏത്? മുഅ്ജിസത്ത് കറാമത്ത് സ്ഥാനത്തുള്ള ചോദ്യം ഈ പറഞ്ഞ ഇസ്തിഗാസയല്ല എന്ന് പറഞ്ഞതുണ്ടെങ്കിൽ അതല്ലേ കിട്ടേണ്ടത്. അതുകൊണ്ട് ഇൻതദഉഹും എന്ന ആയത്തോ വമൻ അദ്ലമു മിമ്മൻ യദ്ഉ എന്ന ആയത്തോ ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി എന്ന ആയത്തോ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ആ ആയത്ത് മുസ്ലിക്കീങ്ങൾക്കല്ല, റസൂലിനോടാ. ഖുൽ, നബിയെ തങ്ങൾ പറയൂ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ ദുആ ചെയ്യുന്നത് എന്റെ റബ്ബിനോട് മാത്രം. അതേതായാലും മക്കത്തെ മുസ്ലിക്കാനല്ലോ, റസൂലിനാണല്ലോ. അപ്പൊ നമുക്കും ബാധകമാണ്. ഇനി ഈ പറഞ്ഞ ആയത്തുകൾ ഏതെങ്കിലും വിശദീകരിച്ച ഏതെങ്കിലും തഫ്സീറിൽ ഈ പറഞ്ഞ വിളിയിൽ മുഅ്ജിസത്ത് കറാമത്ത് സ്ഥാനത്തിലെ ചോദ്യം പെടില്ല എന്നുണ്ടെങ്കിൽ അതല്ലേ കിട്ടേണ്ടത്. അല്ലെങ്കിൽ എല്ലാം പെട്ടു എന്നല്ലേ. മുഅ്ജിസത്തോട് ചോദിച്ചാലും കറാമത്തോട് ചോദിച്ചാലും അല്ലാതെ ചോദിച്ചാലും ഹയ്യും ഹാദറും ഖാദിറും അല്ലാത്ത ഇൻസോ ജിന്നോ മലക്കോ ശൈത്താനോ ഏതോ ആവട്ടെ ആരോടുള്ള ഇസ്തിഗാസയും അത് ശിർക്ക് തന്നെ എന്ന് വന്നാൽ, ഹയ്യല്ലാത്ത നബി, ഹയ്യല്ലാത്ത വലിയ്, ഹയ്യല്ലാത്ത മലക്ക്, ഹയ്യല്ലാത്ത ജിന്ന്, ഹാദറല്ലാത്ത നബി, ഗൈബായ നബി,
ഖാദിറല്ലാത്ത നബി ഒക്കെ പെട്ടില്ലേ. പിന്നെ അതിൽ മുഅ്ജിസത്ത് കറാമത്ത് സ്ഥാനത്തിൽ ഇസ്തിഗാസപ്പെടൂല എന്നാണെങ്കിൽ അതാണല്ലോ കിട്ടേണ്ടത്. ഒന്ന്. മറ്റൊന്ന്, സുയൂത്തി റഹിമഹുല്ലാഹ് പറഞ്ഞു, സ്വഹാബത്താരും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിട്ടും നബി തങ്ങളെ ഖബറിലേക്ക് വന്നിട്ട് മഴയെ തേടിയിട്ടില്ല, വസ്തഗാസു ഇസ്തിഗാസ ചെയ്തിട്ടുമില്ല. ഒറ്റ സ്വഹാബിയും ഇസ്തിഗാസ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? ആ സ്വഹാബി പഠിച്ചു ഇൻതദഉഹും ലാ യസ്മഉ ദുആഅക്കും. ആ സ്വഹാബി പഠിച്ചു വമൻ അളല മിമ്മൻ യദ്ഉ. ആ സ്വഹാബി പഠിച്ചു ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി. ആ സ്വഹാബി പഠിച്ചു വഅന്നൽ മസാജിദ ലില്ലാഹ്. അതുകൊണ്ട് ഒരൊറ്റ സ്വഹാബിയും ഫഹല്ലാ ജാഉ വസ്തസ്ഖൗ വസ്തഗാസു ഇൻദ ഖബ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഏതെങ്കിലും തഫ്സീറിൽ ഇതിന് ഒഴിവാണ് മുഅ്ജിസത്ത് കറാമത്ത് ചോദിച്ചാൽ അത് ശിർക്കാവൂല, അല്ലാത്തതാണ് ഈ പറഞ്ഞ ശിർക്ക് എന്നുണ്ടെങ്കിൽ അതാണല്ലോ മുസ്ലിയാരെ കിട്ടേണ്ടത്. അപ്പൊ അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഇതിന് നബിമാരോടും മറ്റുള്ളവരോടും ചോദിച്ചാൽ പെടും എന്നാണ് നിങ്ങൾ പറഞ്ഞത്. നബിമാരോട് പെടുന്നത് മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ ഇബ്രാഹിം നബിന്റെയും മറ്റും വിഗ്രഹങ്ങൾ കഅബയിൽ പ്രതിഷ്ഠിച്ചിട്ട് കാഫിരീങ്ങളായ ആളുകൾ ഇബ്രാഹിം നബിനോട് സഹായം ചോദിച്ചിരുന്നു. അത് പെടും എന്നതാണ്. അത് ഞാൻ ചോദിച്ചത് മുഅ്മിനീങ്ങളായ ആളുകൾ പെടും എന്നതിനാണ് നിങ്ങൾ തെളിവ് പറയേണ്ടത്. അത് ഞാൻ ചോദിച്ചതിന് അതിന് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ്. ഒരു ഷിർക്ക് മുഅ്മിൻ ചെയ്താലും ഷിർക്ക്, കാഫിർ ചെയ്താലും ഷിർക്ക്, മുജാഹിദ് ചെയ്താലും ഷിർക്ക്, സുന്നി ചെയ്താലും ഷിർക്ക്, സാക്ഷാൽ കാന്തപുരം ചെയ്താലും ഷിർക്ക്, ഞാൻ ചെയ്താലും ഷിർക്ക്. ഷിർക്ക് ആര് ചെയ്താലും ഷിർക്ക് അല്ല. ഇതിന് തെളിവില്ലേ?